ഹല്ലേലൂയ. ഒന്ന് കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരു 2-3 നിമിഷങ്ങൾ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ദൈവത്തിൻ്റെ മക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടെ പ്രാപിച്ചവർ അധരങ്ങളെ ഒന്ന് തുറന്ന് 2-3 നിമിഷങ്ങൾ അന്യഭാഷയിലൊന്ന് ദൈവത്തെ സ്തുതിക്കാമോ? എല്ലാ അധരങ്ങളും തുറന്നാട്ടൊന്ന് ശബ്ദമൊന്ന് വെളിയിലെടുത്താട്ടെ. ഉടലമന ഘടകസിയാന്തര പ്രവചനാദി. നമ്മളായിരിക്കുന്നത് പരിധികളില്ലാത്ത അൺലിമിറ്റഡ് പവറുള്ളൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ്. സീമകൾ, അതിരുകളൊക്കെ നമുക്കാവുള്ളത്. ഒരതിരുകളുമില്ലാത്ത ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിലായിരിക്കുന്ന ജനം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് അന്യഭാഷ മാത്രം പറഞ്ഞ് അധരമന ഘടകസിയാന്തര ലബൗഷസ് പ്രവഞ്ചന ലബയോനിയാസി അൽബറോഷി ഹാൻമെനിയാസി അഥൽ പ്രവാചകൽ ഘടകസിയാന്തരലെ മൗരി അധരലി ഘടകസിയാന്തര ലബൗഷസ് പ്രവഞ്ചന ലബൗതസ്മിയാന്തരാദര വൈഡ മർഥാന ഷിഖൊരബോ ടാൽമിനിയാസി ഫിനിയാന്തരേ ലമർഥന ആർബിടിബിനി സഫ്രിഹാനിയ അർത്ഥാലബൗഷസ്മിയാന്തരേ അടകൽ കമനലബൗഷസ് പ്രവദനലബൗചസ് അർത്ഥബലബൗഷസ്മിയാന്തരലബൗനിയാസിയാന്തരലബൗഷസ് ഉഡബാല ഹസ്തിയാറ്റൽ പ്രഖറ്റസിയാന്തരലെ മൗഷസ്മിയാന്തരാദിയാനി ഉഡഗമന ഹസ്തുരി പ്രവചന ഘടകസ്യാന്തരലബൗതസ്മിയാന്തരേദി അടകൽ ഖമനസിയാന്തരലബൗതി പ്രവചന ഘടകസ്യാന്തരലബൗഷസ്മിയാന്തരാദി അടഗമന ഹസ്തനലബൗതി ബിദിയാന്തരലബൗഷസ് പ്രവന്ധനേദി ലോഡബാല ഘടകസ്യാന്തരലമൗനിയാന്തരേ അടഗജനഗദല ഘടകജനദല ഘടകസ്യാന്തരലബൗഷസ്മിയാന്തര ലിബാർത്ഥനാസിയാന്തരലബൗതി ലൈലിഹശസ്മിയാന്തരേ വൈരമശംഭ്രഖത്തസ്യാന്തരലബൗതസ്യാന്തരേ അടകൽ ഖമസിയാന്തരലബൗതി ലൈലിബിഷസ് ഉഡലബശപ്രഖത്തസ്യാന്തരലബൗതലലസ് ശമനഘടകസ്യാന്തരലമൗരബസ്യാന്തരേ അർത്ഥരലബൗരികശസ്മിയാന്തരലബൗനിയാന്തരലബൗഡരഘടകസ് റിമമാമാസിയാന്തരലബൗതലലിബിഷപ്രഖത്തസ്യാൻ ലബരഖത്തലലബൗസിയാന്തരലബൗനിയാന്തരലബൗനി ലമാർത്ഥനാശപ്രഖത്തസ്യാന്തരലബൗനി ഓ ലബാർത്ഥനാശപ്രഖത്തസ്യാന്തരേ ലിബസിഫ്രിയാല പ്രഖത്തസ്യാതല പ്രഖോതസി ലശപ്രഖത്തസ്യാന്തരലബൗതസ്യാന്തരേ ഓ രബശംഭ്രനിയാന്തരാ അധരലി മൗഷസ്യാന്തരേ Lord, hallelujah, in the name of Jesus. Oh, Ramasyantaraderi madas അധരലമൗനിയാതി. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് നിൽക്കുക. കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, ദൈവമേ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണം, നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് നടത്തണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ ആത്മാവേ,
പരിശുദ്ധ ആത്മാവേ, അളവെന്നിൽ നിറയണമേ. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ, നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ, ഓ നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ, നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ, നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ. ഒന്ന് ചേർന്ന് പാടാമോ? അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. പറഞ്ഞാട്ടെ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ, ഓ നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നിറവ് ഞങ്ങളുടെ മേൽ പകരുന്നതിനാണ് നന്ദി. ഒരു കവിഞ്ഞൊഴുക്ക് ഞങ്ങളിൽ ഉണ്ടാകണം ദേശങ്ങളിലേക്ക്. അതിനായി ഞങ്ങളെ സബ്മിറ്റ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉപവാസത്തിൻ്റെ 19-ാം ദിവസം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ചു. ഏറെ സ്നേഹിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായി ലോകവ്യാപകമായി ദൈവം എടുത്തുപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്റർ അഭിമന്യു പാസ്റ്ററിനെയും ഫാമിലിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് ഒത്തിരി ധാരാളമായിട്ട് സഹായിക്കട്ടെ. പാസ്റ്ററിനെയും പാസ്റ്ററിൻ്റെ സിസ്റ്ററിനെയും ഇന്ന് കർത്താവ് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ലോകം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? നിങ്ങൾ പാസ്റ്ററിൻ്റെ കൂടെ ഇവിടെ ആയിരിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് ഇത്രയും മനോഹരമായ ചർച്ചും അതിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവത്തിൻ്റെ മക്കളെയും ദൈവം ഇന്നിവിടെ കൊണ്ടുവന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ വരുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിരിക്കുന്ന ഡൽഹിയിൽ നിന്നാണ്. ഏതാണ്ട് 2007 മുതൽ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാ മാസവും കേരളത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളിലൊക്കെ ഈ രാജ്യത്തുള്ളപ്പോൾ എനിക്ക് വരുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകം എൻ്റെ സ്വദേശം കോട്ടയത്ത് ദേവലോകത്തിൻ്റെ അടുത്ത് കൊല്ലാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. കൃപയാല സുവാർത്തയുടെ സാറ്റർഡേ സൺഡേ നടക്കുന്ന ഒരു പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടാണ് ഈ മാസം കേരളത്തിൽ വരാൻ ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ
AGയുടെ ഇന്നലെ നടന്ന ഒരു പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് കോട്ടയത്ത് വെച്ചുണ്ടായിരുന്നു. അതിലേക്ക് അവിടുത്തെ അഭിഷക്തന്മാർ എന്നെ ക്ഷണിച്ചു. അതിനുശേഷം പാസ്റ്റർ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി. അതൊരു ദൈവിക നിയോഗമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ യേശു പറഞ്ഞു കാര്യം ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് സംസാരിച്ചായിരുന്നു. ഹല്ലേലൂയ, പുതിയ പുതിയ സ്ഥലങ്ങളുമായിട്ട് ദൈവം എന്നെ കണക്ട് ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്ററിൻ്റെ കോള് വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ വരാമെന്ന് യേശു പറയുകയുണ്ടായി. കർത്താവ് വളരെ പ്രാർത്ഥിച്ച് നിങ്ങൾ ദൈവസ്ഥലായിരിക്കട്ടെ. കർത്താവ് ഇത്രയും നല്ല ഈ ദേശത്ത് ദൈവം പാസ്റ്ററിനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഒരു വലിയ ഉണർവുണ്ടാകും. നമുക്കൊരു ദൈവസഭ വളരണമെങ്കിൽ പണ്ടത്തെ നമ്മുടെ കാഴ്ചപ്പാടൊക്കെ ഒരു സിറ്റിയോടൊക്കെ ബന്ധപ്പെട്ട് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഒക്കെ ആണെങ്കിലാണ് ആൾക്കാർക്ക് അതൊക്കെ നമ്മുടെ ഒരു പഴയ ഒരു ചിന്ത. ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോസ്തലൻ അൻകൂർ നിറവളുടെ ചർച്ചിൽ ജലന്ധറിൽ പോയി. കാംബ്ര എന്ന് പറയുന്ന ഒരു കണ്ടത്തിലാണ് ചർച്ച ഇരിക്കുന്നത്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. അന്ന് ഞാൻ ആ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ അവർ ആരെ അറിയിക്കാതെ നടത്തിയ മീറ്റിംഗ് ആണെങ്കിലും ആരാധിക്കാൻ ഒരു 5 ലക്ഷം പേരുണ്ടായിരുന്നു. ഒരു ആമേൻ പറഞ്ഞാട്ടെ. വ്യാഴാഴ്ച മീറ്റിംഗ് അല്ലേ, സൺഡേയിൽ തിരക്ക് കൂടുതലാണ്. ഏതാണ്ട് 1 മില്യൺ ആൾക്കാർ സൺഡേയിൽ അവരുടെ കൂടെ വന്നിരിക്കും. അതുകൊണ്ട് സൺഡേ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് വ്യാഴാഴ്ചത്തെ മീറ്റിംഗ് ആയതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് 1.5 കിലോമീറ്റർ ദൂരെയാണ്. ഒരാമൻ പറഞ്ഞാട്ടെ. 1.5 കിലോമീറ്റർ സീറ്റിൻ്റെ ഫ്രണ്ടിൽ, TV-യുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ എന്നോട് അവർ ചോദിച്ചു, ഈ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കാണാനായിരുന്നു നമ്മുടെ വീട്ടിൽ ഇതിനേക്കാളും നല്ലൊരു സ്ക്രീൻ ഇരിപ്പുണ്ട്, അവിടെ ഇരുന്ന് കാണാമായിരുന്നു. ഞാൻ പറഞ്ഞു, ക്ലെറിന, ഈ 8 മണിക്കൂർ വണ്ടി ഓടിച്ച് ഞാൻ വന്നതും നമുക്ക് വ്യാഴാഴ്ച മീറ്റിംഗ് ആയതുകൊണ്ട് ഫ്രണ്ടിലിരിക്കാന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷേ സീറ്റ് 1.5 കിലോമീറ്റർ പുറകിൽ കിട്ടിയിരിക്കുക. ഒരാമൻ പറഞ്ഞാട്ടെ. അവിടെ ഇരിക്കുമ്പോൾ അതിൽ വന്നൊരു ഓൾ ഇന്ത്യയോട് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് പാസ്റ്റർ ദീപ, ഐ എം ഫ്രം കേരള. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യെസ്, അവിടുത്തെ അപ്പോസ്തലജി പറഞ്ഞിരുന്നു ഇനി സൗത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നവരെ ഫ്രണ്ടിലോട്ട് കൊണ്ടൊക്കെ ഇരുത്തണം. അങ്ങനെ എന്നെയും എൻ്റെ കുടുംബത്തെ അവർ ഫ്രണ്ടിൽ കൊണ്ടിട്ട് എല്ലാവരും കസേരയൊന്നുമില്ല, എല്ലാവരും നിലത്തെ ഇരിക്കുന്ന കാര്യം അവർക്ക്. അതുപോലത്തെ എന്നോട് 1.5 മണിക്ക് ഇരുന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകല്ലേ, പോയി കഴിഞ്ഞാൽ സീറ്റ് കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. 1.5 മണി തൊട്ട് ഞാനും അപ്പുറത്തെ സൈഡിൽ എൻ്റെ ഭാര്യയും ഇരിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന അമൃത്സർക്കാർ പാസ്റ്റർ ആരോനോട് ഞാൻ ചോദിച്ചു, ഇപ്പം ഇത്ര പെട്ടെന്ന് ഇത്ര ആൾക്കാരെല്ലാം വന്നത്? എന്നോട് പറഞ്ഞില്ല, ഞാൻ ഈ ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ തിങ്കളാഴ്ച രാത്രി വന്നതാ. ഒരാമൻ പറഞ്ഞാട്ടെ. വ്യാഴാഴ്ച മീറ്റിംഗ് നടക്കുന്നത്. ഞാൻ ഓർക്കുന്നത്, നിങ്ങൾ ഓർക്കണം, ഇത് ബെന്നിഹിന്റെയോ ഇത് അമേരിക്കയിൽ നടക്കുന്ന സംഭവമല്ല, ഇന്ത്യയുടെ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട സംസ്ഥാനമായിരിക്കുന്ന പഞ്ചാബിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച രാത്രി വന്നിരുന്ന കാര്യം ബുധനാഴ്ച രാവിലെ 5 മണിക്കാണ് പായിട്ട് തുടങ്ങുന്നത്, വ്യാഴാഴ്ച രാത്രിയുള്ള മീറ്റിങ്ങിന് വേണ്ടി. ഒരാമൻ പറഞ്ഞാട്ടെ. അപ്പൊ ബുധനാഴ്ച രാവിലെ 5 മണിക്ക് പായിട്ട് തുടങ്ങുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഫ്രണ്ടിൽ നമുക്ക് ഇടം കിട്ടത്തുള്ളൂ. രാമൻ പറഞ്ഞേ. അടുത്തിരിക്കുന്ന പാസ്റ്ററോട് ഓർത്ത്, ഞാൻ ഓർത്ത് 8 മണിക്കൂർ യാത്ര ചെയ്ത ഞാനായിരിക്കും ദൂരക്കാരൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ 3 പ്ലെയിനേല ഈ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നു. രാമൻ പറഞ്ഞാട്ടെ. അപ്പോൾ അന്ന് എൻ്റെ ചിന്താഗതി മാറ്റി, അഭിഷേകം ഉള്ളിടത്ത് ഏത് വയലാണെങ്കിലും ജനം തേടി വരും. അങ്കൂർ നിരാളയുടെ ആ ഗ്രൗണ്ടിന് മനുഷ്യനിട്ടിരിക്കുന്ന പേര് സൊല്യൂഷൻ ഗ്രൗണ്ട്. രാമൻ പറഞ്ഞാട്ടെ. ആ ഗ്രൗണ്ടിന്റെ പേരെന്നാ? സൊല്യൂഷൻ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിലോട്ട് ഭയങ്കര പോലീസ് ചെക്കിംഗ് ഒക്കെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ക്യാൻസർ അപ്രത്യക്ഷമാകും. രാമൻ പറഞ്ഞാട്ടെ. ആ ഗ്രൗണ്ടിന്റെ അകത്ത്, മെയിൻ ടെന്റിന്റെ അകത്ത് തന്നെ ഒരു 5 ലക്ഷം 6 ലക്ഷം പേരിരിക്കാവുന്നൊരു ടെന്റ്. ഒരാമൻ പറഞ്ഞേ. ആ ടെന്റിന്റെ അപ്പുറത്ത് സോറിയാസിസ് ബാധിച്ചവർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വന്നിരിക്കുന്ന മറ്റു ടെന്റ്, ആംബുലൻസിന് വേറെ ടെന്റ്, ക്യാൻസർ ബാധിതർക്ക് വേറെ ടെന്റ്, ഓട്ടിസംകാർക്ക് വേറൊരു ടെന്റ്. ഒരാമൻ പറഞ്ഞാട്ടെ. അങ്ങനെ ജലന്ധർ മുഴുവനും അപ്പോസ്തലന്റെ കയ്യില്. ഒരാമൻ പറഞ്ഞാട്ടെ. അന്ന് എന്നോട് ദൈവം അവിടെ വന്നിരുന്നപ്പോൾ സൊല്യൂഷൻ ഗ്രൗണ്ട്, ഏത് പ്രശ്നക്കാരനും ആ ഗ്രൗണ്ടിൽ കയറുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കേണ്ട, പക്ഷെ അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ പോലും ആ ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ അവരുടെ വിഷയത്തിന് ആൻസറാണ്. ഞാൻ വിശ്വസിക്കുന്നു, അപ്രകാരമുള്ള ഒരു ഓപ്പണിംഗ് ഈ ദേശത്തിന് മേൽ ദൈവം പകരാൻ പോകുകയാണ്. Albala hasbi chalprakatala masifini antara labauta siataradi.
ആർക്കാറ്റസിയാതല പ്രവനിയാക്ഷസ് പ്രപഞ്ചൽ കടകസിയാതരേദി ഓരിമാറ്റലലേലേലേലേ സിയാന്തരാലേലിയാതി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മള് ഈ സ്റ്റേജിൽ വന്ന് മൈക്രോഫോൺ ദൈവദാസന് കൈമാറിയാൽ നമ്മൾ ദൈവത്തിന്റെ വായ കേട്ടോ. ഏത് വാക്ക് പറഞ്ഞാലും ആത്മാവിൽ അങ്ങ് ഏറ്റെടുത്തോണം. നിങ്ങൾക്ക് അതിനോട് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യണത് അതുപോലെ നിങ്ങൾ ചെയ്തോണം. ആമേൻ പറഞ്ഞോട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ അങ്കുർനിനോളിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ അദ്ദേഹത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു സാമ്പത്തികമായി നിലയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ആളാണ്. കാര്യം അദ്ദേഹത്തിന് ഒരു ദിവസം 1,00,000 രൂപ വരുമാനമുള്ള ഒരു മനുഷ്യനായിരുന്നു. ആമേൻ. ടൈൽസും മാർബിളിന്റെ ബിസിനസ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അപ്പൻ അവിടുത്തെ ഏറ്റവും വലിയ അവിടുത്തെ കോടതിയിലെ അഡ്വക്കേറ്റ്. ഇതെല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഒരു ഹൈന്ദവ ആചാരപ്രകാരം വളർന്നു വന്ന ഒരു മനുഷ്യന്. അദ്ദേഹത്തിന് സുവിശേഷത്തോട് എതിർപ്പായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പട്ടികടിച്ച് പേയായി ആ പേ യേശു സൗഖ്യമാക്കി. ഒരു ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ സൗഖ്യമായ അദ്ദേഹം പിന്നീട് ആ പേ പിന്നെ ദൈവരാജ്യത്തിലേക്ക് അങ്ങ് മാറ്റി. ഒരു ആമേൻ പറഞ്ഞാട്ടെ. അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാംബ്രയിൽ അദ്ദേഹം വന്ന് ചർച്ച് തുടങ്ങുമ്പോൾ 2 കുടുംബം. ഇന്ന് അദ്ദേഹത്തിന്റെ ചർച്ചിൽ 10 ലക്ഷം പേര്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. നല്ല ഹല്ലേലൂയ പറ. നല്ലൊരു ഹല്ലേലൂയ പറ. ഭയങ്കര പ്രാർത്ഥന. ദൈവം അദ്ദേഹത്തോട് 10 വർഷം ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, 10 വർഷം നീ ജീവിക്കേണ്ടത് ചർച്ചും വീടും മാത്രമായിട്ടായിരിക്കട്ടെ. സ്വതന്ത്രം പറഞ്ഞേന്നേ, നിങ്ങൾ കേൾക്കണം കേട്ടോ. വില കൊടുക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. അദ്ദേഹത്തിന്റെ പാസ്റ്റേഴ്സ് മെന്റേഴ്സ് മീറ്റിംഗിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ കയറി അങ്ങ് തൊട്ട്. അദ്ദേഹം പറയാണ്, വിഷൻ ഒത്തിരി പേർക്കുണ്ട്, പക്ഷെ പ്രാർത്ഥനയില്ല. അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം ഇതാണ്: ക്യാൻസറിനെ പാരാസെറ്റമോൾ കൊണ്ട് സൗഖ്യമാകത്തില്ല. ഒരാമേ പറഞ്ഞാട്ടെ. നിന്റെ വിഷൻ എത്രയാണോ അതിനേക്കാളും വലിയൊരു പ്രാർത്ഥന നമ്മുടെ മേൽ വെളിപ്പെടണം. ഒരാമേ പറ. കർത്താവിന്റെ ദാസന്റെ വിഷൻ ഭയങ്കരമാണോ അതിനനുസരിച്ചൊരു പ്രാർത്ഥന ഇവിടെ വെളിപ്പെടണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. 10 വർഷം വീട്ടിൽ നടന്ന കല്യാണങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. 10 വർഷം വീടുകളിൽ നടന്ന മരണത്തിൽ പങ്കെടുത്തിട്ടില്ല. 10 വർഷം മാർക്കറ്റിൽ പോയിട്ടില്ല. 10 വർഷം ചർച്ചിൽ, 10 വർഷം വീട്ടിൽ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. 8 അടി നീളവും 10 അടി വീതിയുള്ള ഒരു പ്രാർത്ഥന മുറിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പിന്നിലെ സീക്രട്ട് എന്താ? അദ്ദേഹത്തിന്റെ പ്രാർത്ഥന റൂമിന്റെ വലിപ്പം പോലും പിടിച്ചെടുത്ത് 10 അടി നീളവും 8 അടി വീതിയുമുള്ള ഒരു പ്രാർത്ഥന റൂമിന്റെ അകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ദേശത്തെ ഇളക്കാൻ തുടങ്ങി. എന്റെ പാസ്റ്ററെ, ഞാൻ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. കാര്യം അദ്ദേഹം കല്യാണം കഴിക്കുമ്പോൾ ഒരു ഡിമാൻഡ് മാത്രമാണ് അവരോട് വെച്ചത്: വെള്ളിയാഴ്ച പ്രാർത്ഥന മുറിയിൽ പോയാൽ ഞാൻ ഞായറാഴ്ച ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിലെ വരൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. ഒരാമേ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. വെള്ളിയാഴ്ച പ്രാർത്ഥന മുറിയിലേക്ക് പോയി കഴിഞ്ഞാൽ സൺഡേ അദ്ദേഹം പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്, പക്ഷെ വരുന്നത് കടലുമായിട്ടാണ് വരുന്നത്. ഒരാമേ പറഞ്ഞാട്ടെ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഒരു ടെന്റിലും അദ്ദേഹം പ്രാർത്ഥിക്കത്തില്ല. സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ കര ഇങ്ങനെ ചലിക്കുമ്പോൾ കടലിങ്ങനെ തിരമാല പോലെ സൗഖ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നിന്നതാണ്. അടുത്ത് നിന്ന ഒരു വ്യക്തിയുടെ ശരീരത്തുള്ള മുഴ അതിൽ നിന്ന് പിരിഞ്ഞ് നിലത്ത് വീണുപോയി. രാമൻ പറഞ്ഞാട്ടെ. നിങ്ങൾ വിശ്വസിക്കണം, ദൈവത്തിന്റെ അസാധാരണ ശക്തി ഇതിന്റെ അകത്ത് ദൈവം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഇന്ന് ഞാൻ ഇവിടെ വന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് കയറി വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടാ കയറി വന്നത്. ഹല്ലേലൂയ. ദൈവം എന്നോട് പറയുക, ആ ജലന്ധറിൽ കാംബ്രയിൽ ഹെവൻ ഓപ്പൺ ആയതുപോലെ ഈ കുന്നിന്റെ മുകളിൽ ദൈവം ചിലതിനെ ഓപ്പൺ ആക്കാൻ പോകുകയാ. ഇതൊരു സൊല്യൂഷൻ ഗ്രൗണ്ട് ആകാൻ പോകുകയാ. ഇതൊരു സൊല്യൂഷൻ ഹോൾ ആകാൻ പോകുകയാ. കോടതിക്ക് പരിഹരിക്കാൻ കഴിയാത്തത് ഈ ഹോളിൽ പരിഹരിക്കാൻ പോവുക. പോലീസ് സ്റ്റേഷന് പരിഹരിക്കാൻ കഴിയാത്തത് ഇവിടെ പരിഹരിക്കാൻ പോവുക. ഹോസ്പിറ്റലുകൾക്ക് പരിഹരിക്കാൻ കഴിയാത്തത് ഇവിടെ പരിഹരിക്കാൻ പോവുക. കൗൺസിലിംഗ് സെന്ററിന് പരിഹരിക്കാൻ കഴിയാത്തത് ഇവിടെ പരിഹരിക്കാൻ പോവുക. ഭ്രാന്താലയങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്തത് ദൈവം ഇവിടെ പരിഹരിക്കാൻ പോവുക.
പോരാ പോരാ പോരാ, ആർത്ത് വിളിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതൊരു സൊല്യൂഷൻ ഗ്രൗണ്ടാണ്, ഇതൊരു സൊല്യൂഷൻ ഹോളാണ്. പേരൻസിന് മാറ്റാൻ പറ്റാത്ത തലമുറകൾ ഇവിടെ വന്ന് അലിയ ദൈവരാജ്യത്തിന് വേണ്ടി തിരിഞ്ഞു വരാൻ പോവുകയാണ്. ദൈവം എന്നോട് പറയുക, ഈ സ്ഥലം വിലാപങ്ങളെ നൃത്തമാക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം കണ്ണുനീരുകളെ ആനന്ദമാക്കുന്ന. ഞാനൊരു ശബ്ദം കേൾക്കുക, മരണം മാറി ജീവൻ വ്യാപരിക്കുന്ന സ്ഥലം. മരണത്തെ തോൽപ്പിക്കുന്ന ഒരു ഹോളാണിത്. മരണം ഓടുന്ന ഒരു ഹോളാണ്, മരണം തോൽക്കുന്ന ഒരു ഹോളാണ്. In the name of Jesus. ഭയങ്കര ഒരു പ്രസൻസ് ഇറങ്ങുക, ഒരു ഭയങ്കര ഓപ്പൺ ഹെവൻ വെളിപ്പെടുക. ഇതൊരു സൊല്യൂഷൻ ഹോൾ ആകാൻ പോകുക. ഗേറ്റ് കടന്ന് എൻട്രി ചെയ്യുമ്പോ തന്നെ ജനത്തിന്റെ വിഷയത്തെ തൊടുന്ന ഒരു ദൈവ സാന്നിധ്യം. പാട്ട് പാടേണ്ട ആവശ്യമില്ലായിരിക്കും, പ്രാർത്ഥിക്കേണ്ട പോലും ആവശ്യമില്ലായിരിക്കും. ജനത്തിന് സൊല്യൂഷൻ ലഭിക്കുന്ന രീതിയിൽ ഈ ആത്മമണ്ഡലം ചേഞ്ച് ആകുകയാണ് ഈ ഫാസ്റ്റിംഗ് പ്രയർ മൂലം. പൈശാചിക മേഖലകൾ അഴിഞ്ഞു മാറട്ടെ, പൈശാചിക കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, പൈശാചിക പ്രവർത്തനങ്ങൾ തകർന്നു മാറട്ടെ. ഇത് വേറൊരു ജലന്ധറാകട്ടെ, ഇത് വേറൊരു കാമ്പറയാകട്ടെ. ഇതൊരു ഹിസ്റ്റോറിയൻ പ്ലേസ് ആകട്ടെ. പരിശുദ്ധാത്മാവ് ചിലരെ ശുശ്രൂഷിക്കുന്നു, പരിശുദ്ധാത്മാവ് ചിലരെ ശുശ്രൂഷിക്കുന്നു. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ ശുശ്രൂഷിക്കുന്നു. പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുന്നു. ഹല്ലേലൂയ. വില കൊടുക്കണം. സ്വതന്ത്രം പറ, വില കൊടുക്കണം. ഇന്ന് നാം ജലന്ധറിൽ ചെന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ചർച്ചാണ് അദ്ദേഹത്തിന്റെ. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു ഭയങ്കര വില ഉണ്ടായിരുന്നു. സ്വതന്ത്രം പറഞ്ഞാട്ട് ഇങ്ങനൊരു വലിയ ഉണർവ് ഈ ദേശത്ത് കർത്താവ് തുടങ്ങിയല്ലോ. ഇതൊരു വലിയ ദൈവിക ചരിത്രമായി മാറും. സ്വതന്ത്രം പറഞ്ഞാട്ട് നിങ്ങൾ എത്ര പേര് സന്തോഷം അനുഭവിക്കുന്നു? ഇതൊരു സൊല്യൂഷൻ ഹോളായി മാറും. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എങ്ങും പരിഹരിക്കാത്ത വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കും.
എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു ഞാൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തികളുണ്ട്. പാസ്റ്റർ എന്നോട് ഒരു സമയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനയുടെ ഒരു കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം കണക്കിലെടുത്ത് ഹോളി സ്പിരിറ്റിൽ ആശ്രയിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് ഒന്ന് വരാം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഒന്നുകൂടെ വായിക്കാമോ? ഒന്നും കൂടെ വായിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇതെൻ്റെ കയ്യിലുള്ള ഒരു ദൂത, പക്ഷെ ഇന്ന് പകലിൽ ഇവിടെ ഇത് പ്രസ്താവിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം പോലും ഇരുന്നു. എഫേസ് ലേഖനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞവരാകണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ വന്നത്. പക്ഷെ എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇതൊരു വലിയ സൊല്യൂഷൻ്റെ പ്ലേസായി മാറും. അതിനോടനുബന്ധമായിട്ടാണ് ഒരു ദൂത് നിങ്ങൾ കൈമാറിയത്. ചിലരുടെ ജീവിതത്തിൽ നിന്ന് ഉളവാകുന്ന പാട്ടുകൾക്ക് എപ്പോഴൊരു മഹത്വമുണ്ട്, അല്ലേ? മുട്ടം വർഗീസപ്പച്ചൻ എഴുതിയ അഴലേറും ജീവിതമരുവിൽ എത്ര തലമുറ പാടിയാലും അതിൻ്റെ മഹത്വം തീരത്തില്ല. ഒരാമയം പറഞ്ഞാട്ടെ. ജീവിതത്തിൻ്റെ അകത്തുനിന്ന് ഉളവാകുന്ന പാട്ടുകൾക്കും ജീവിതത്തിൻ്റെ അകത്തുനിന്ന് വെളിയിൽ വരുന്ന മെസ്സേജുകൾക്കും ഒരു ജീവനുണ്ട്. ഒരാമയം പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞതുപോലെ ഈ മെസ്സേജ്, ഈ വാക്യം എന്നെയുമായിട്ട് ഒത്തിരി ബന്ധമുള്ളതാണ്. കാര്യം 2023 എൻ്റെ വൈഫിൻ്റെ ലെൻസ് കൊളാപ്സായി. ലോകരാജ്യങ്ങൾ, ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു രക്ഷപ്പെടത്തില്ല. ഓട്ടോ ഇമ്മ്യൂണി ഡിസീസ് ബാധിച്ച് ശരീരമെല്ലാം വല്ലാതായി മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ കണ്ടവരെല്ലാം കണ്ട സ്വപ്നം ഞാൻ ഒറ്റയായി തീരുന്നത്, മക്കൾ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളായി തീരുന്ന സ്വപ്നങ്ങളും അങ്ങനെയുള്ള പ്രവചനങ്ങളും ഒക്കെ എൻ്റെ മുമ്പിൽ വരുമ്പോഴും എനിക്ക് അവരുടെ രോഗത്തെക്കുറിച്ച് ഡോക്ടേഴ്സിന് പോലും ഒന്നും അറിയാതെ ഇരിക്കുന്ന സമയത്ത് വൈദ്യശാസ്ത്രത്തിൽ 2 വർഷം എല്ലാ മരുന്നും കഴിച്ച് ഈ കണ്ട പാസ്റ്റേഴ്സിൻ്റെ മുമ്പിലെല്ലാം പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി ഒരു സൗഖ്യം കിട്ടാതിരിക്കുമ്പോൾ അവസാനം ഞാൻ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് നിൽക്കണമെങ്കിൽ ഇനി ഒരു വാക്യം വേണം. ഒരാമയം പറഞ്ഞാട്ടെ. ഞാനിപ്പോൾ ശൂന്യതയിൽ മുഷ്ടിയുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലെ നിൽക്കുക. എനിക്കൊന്നും പിടിച്ച് പ്രാർത്ഥിക്കാനില്ല, പക്ഷേ എനിക്കൊരു വാക്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് ഇട്ടിരുന്ന ഒരു വാക്യമാണ്, ബലാൽക്കാരി അതിനെ പിടിച്ചെടുക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. ആ വാക്യത്തെ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം പോയ ലെൻസ് 24 മണിക്കൂർ കൊണ്ട് ദൈവം സെറ്റ് ചെയ്തു. ഒരാമയം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അത് മാത്രമല്ല, മരണം മാറി ജീവൻ കയറി വന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് ആ ജയത്തോടെ നിന്നിട്ട് ഈ ദൂതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണേ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം കണ്ടോ? ബലാൽക്കാരി അതിനെ എന്ത് ചെയ്യും? കണ്ടോ? ബലാൽക്കാരി അതിനെ. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ സ്വർഗരാജ്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ചിലർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഒരാമയം പറഞ്ഞാട്ടെ. ഈ ഉപവാസത്തിന്റെ 19-ാം ദിവസം ഞാൻ ഇരിക്കുന്ന ജനത്തിലേക്ക് നോക്കുമ്പോൾ ചിലരെ കാണുമ്പോൾ എനിക്ക് ആത്മാവിൽ അറിയാം, അവരിയ്ക്കുമ്പോഴും ചിലത് ബലാത്കാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. അവരുടെ പാട്ട് കേൾക്കുമ്പോൾ അറിയാം, അവരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം, അവരുടെ ആരാധന കാണുമ്പോൾ അറിയാം, അവര് എന്തിനെയോ പിടിച്ചെടുക്കാൻ ബലാത്കാരം ചെയ്യുകയാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ബലാത്കാരി അതിനെ എന്ത് ചെയ്യും? ഓക്കെ ആണേ കേട്ടോ, എല്ലാ യങ്സ്റ്റേഴ്സും കേട്ടോണം. മടിയന്മാരതിനെ പിടിച്ചെടുക്കത്തില്ല. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പിടിച്ചെടുക്കുന്നത് ആരാന്നറിയാമോ? ഈ തലമുറയിൽ ബലാത്കാരം ചെയ്യാൻ തയ്യാറായവർ. ഒരാമയം പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ബലാത്കാരം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ കാണണം, ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരുന്നാൽ, ഹല്ലേലൂയ, നമ്മളുടെ ആരാധന കണ്ടാൽ, നമ്മുടെ പ്രാർത്ഥന കണ്ടാൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി ചലിക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ നിങ്ങൾ. ഹല്ലേലൂയ. അതാണ് ആദ്യത്തെ യാഗം മുതൽ ദൈവം പ്രസാദിച്ചത് ജീവനുള്ള യാഗത്തിന്റെ അകത്താണ്.
അതുകൊണ്ട് അല്ലെ നമ്മളുടെ അല്ലെ ഇവിടെ ബലാത്കാരം എന്ന ആ ദൂതിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ബലാത്കാരി അതിനെ പിടിച്ചെടുത്തെന്ന് ആരാ പറയുന്നേ? യേശു. ഗബ്രിയേൽ മാലാഖയ പറഞ്ഞെങ്കിൽ ഈ വാക്യം ഇന്നിവിടെ പ്രസ്താവിക്കണ്ടായിരുന്നു. മീഖായേല പറഞ്ഞെങ്കിൽ ഈ വാക്യം എന്തിന് ഒരു പ്രസക്തി ഇല്ലായിരുന്നു. ഈ വാക്യം പറഞ്ഞത് യേശു കർത്താവാ പറഞ്ഞത്. സ്വർഗരാജ്യം പിടിച്ചെടുത്തത് ഉറങ്ങിയവരല്ല. ആമേൻ പറ. സ്വർഗരാജ്യം പിടിച്ചെടുത്തത് മടിയന്മാരല്ല, സ്വർഗരാജ്യം പിടിച്ചെടുത്തത് ബലാത്കാരികളാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനാ ഈ ദിവസം ദൈവമക്കൾ ശ്രദ്ധിച്ചോ, ബലാത്കാരികൾക്ക് മാത്രമാണ് ചിലതിനെ പിടിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ചില വിഷയങ്ങൾക്കകത്തേക്ക് ദൈവമക്കളുടെ മേൽ വെളിപ്പെടേണ്ട ഒരു ബലാത്കാരമുണ്ട്. പാസ്റ്റർ അഭിമന്യു പാസ്റ്റർ ഈ ദേശത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന 20 ദിവസം ഉപവാസ പ്രാർത്ഥന അതൊരു ബലാത്കാരമാണ്. ഒരാമയം പറ. രാത്രി മുഴുവനും പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ അതൊരു ബലാത്കാരത്തിന്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇന്നത്തെ മെസ്സേജിന് ഞാൻ കൊടുക്കുന്ന ഒരു ഹെഡിങ് ആണ് അഗ്രസീവ് പ്രയർ. ഒരാമയം പറഞ്ഞോട്ടെ. മനസ്സിലായി നിങ്ങൾക്ക്? അഗ്രസീവ് പ്രയർ. അതിന് വേറൊരു കാര്യമുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് അത് തെറ്റല്ല, പക്ഷെ അതിന് വേറൊരു ശൈലിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ്. അതാ ഞാൻ പറഞ്ഞത്, എറണാകുളത്ത് ശ്രീ സുവേന്ദ്ര ഹോസ്പിറ്റലിന്റെ അകത്ത് ലെൻസ് കൊളാപ്സായി ഒരു റൂമിന്റെ അകത്ത് ഓക്സിജൻ ലെവൽ 74 ഈ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വന്ന പാസ്റ്റേഴ്സ് എല്ലാം 2-3 രീതിയിലാണ് പ്രാർത്ഥിച്ച. ദൈവമേ, അങ്ങയുടെ ഹിതം എന്താണോ അതിൽ വെളിപ്പെടണം. ഒരാമയം പറ. അതെന്ന് പറഞ്ഞാൽ അവരാരെയും മുഷിപ്പിക്കാത്തൊരു പ്രയർ പ്രാർത്ഥിച്ചു. രാമൻ പറഞ്ഞേന്നേ, അവരെ കുഴപ്പമല്ല, അങ്ങയുടെ ഹിതമല്ലേ നടക്കേണ്ടത്. രാമൻ പറ. അത് ജീവനാകട്ടെ മരണമാകട്ടെ അങ്ങയുടെ ഹിതമാണെങ്കിൽ അതങ്ങ് നടക്കണം. ഒരാമൻ പറഞ്ഞേന്നേ. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, അവർക്കൊരു പക്ഷെ ഇവരുമായിട്ട് യാതൊരു ബന്ധം കാണത്തില്ല. പക്ഷേ അല്ലെ 2 പെൺകുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞാൻ എന്നെ കണ്ട സമയത്ത് എനിക്കങ്ങനെ ദൈവഹിതം വെളിപ്പെടാൻ പ്രാർത്ഥിക്കാൻ ഒരു പാടാ. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന സമയത്ത് എന്തെല്ലാം പ്രവചനങ്ങളാ ദൈവം ഞങ്ങളോട് പറഞ്ഞത്. ഒരാമേൻ പറയണ നിങ്ങളാ. അതൊന്നും പകുതി പോലും നടപ്പായില്ലല്ലോ. അതിനു മുമ്പ് ഇവരിങ്ങനെ യാത്ര ചെയ്യാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് അങ്ങയുടെ ഹിതം എന്താണെങ്കിലും എനിക്കൊരു കാര്യം വേണം, മരണം മാറണം, ജീവൻ തിരിച്ചു വരണം. സ്തോത്രം പറഞ്ഞാട്ടെ. ആണ് പലർക്കും അല്ലിയ പല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് പോകാം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിൽ ചിലരുണ്ട്, അവരുടെ പ്രാർത്ഥനയുടെ ശൈലി ദൈവമേ സൗഖ്യമാക്കാവോ എന്നല്ല, ഇവരെ സൗഖ്യമാക്കിയേ പറ്റൂ കർത്താവേ. ആമേൻ പറ. മനസ്സിലായോ? ദൈവമേ, ഈ ദേശത്തിന്റെ പേരെനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പറയാ, ഈ ദേശത്ത് ഒരു ഉണർവ് അയക്കാമോ ദൈവമേ? നല്ല ബലാത്കാരത്തിന്റെ പ്രാർത്ഥന. ഈ ദേശത്ത് ഒരു ഉണർവ് ഉണ്ടാകട്ടെ. എന്താ ബലാത്കാരത്തിന്റെ പ്രാർത്ഥന? ദൈവമേ, 21 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു 2-3 പേരെ സ്നാനപ്പെടുത്താമോ എന്നല്ല ബലാത്കാരത്തിന്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ നാട് മുഴുവനും ദൈവിക സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങി വരണമേ കർത്താവേ. ഒരാമയം പറഞ്ഞാട്ടെ. നിങ്ങൾ കണ്ടോ, പ്രാർത്ഥനയുടെ ശൈലി മാറുക. അതാണ് അഗ്രസീവ് പ്രാർത്ഥന. ഇവരെ സൗഖ്യമാക്കാമെന്നല്ല, സൗഖ്യം ഞങ്ങളുടെ അവകാശമാ, അത് ഇവരുടെ മേൽ വെളിപ്പെടണം. എന്റെ കൂടെ ആശയം മനസ്സിലായവരും ആ ദൂത് മനസ്സിലായവരും കൈവയ്ക്കേ. അതാ യേശു കർത്താവ് പറയുന്നത്, മടിയന്മാരെല്ലാം കൂടെ പിടിച്ചെടുത്തെന്നല്ല. അല്ല, നാളെ മൊത്തം കൗച്ചിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ, അല്ല സോഫയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ, ഭിത്തിയിൽ ചാരിയിരുന്ന് ഉറങ്ങി പ്രാർത്ഥിക്കുന്ന പോലെ, അങ്ങനെ ഒരു പ്രാർത്ഥനയല്ല. രാമൻ പറ. ബലാത്കാരത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനാ റൂമിന്റെ അകത്ത് ആ വ്യക്തി പോരാളിയായി മാറുക. ഒരു സ്തോത്രം പറഞ്ഞേന്നേ. കരങ്ങൾ ഉയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറ. പലരും സോഫായിലും ഭിത്തിയിലും ചാരിയിരുന്ന് ഉറങ്ങുമ്പോൾ അഗ്രസീവ് പ്രയർ, ബലാത്കാരി അതിനെ പിടിച്ചെടുത്തത് ഒരു പ്രാർത്ഥന. ആമേൻ പറ. ഞാൻ നിങ്ങൾക്ക് 2-3 വചനം തരാം, നിങ്ങൾ കേട്ടോണേ. അതിന് മുമ്പ് ഇതൊന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇതെന്ന് പറയുന്നത് പ്രാർത്ഥനാ മുറിയിൽ ഒരു മനുഷ്യൻ കയറുമ്പോൾ ബൈബിള് പറയുകയാണ്, ശരിക്കും മനുഷ്യന് ദൈവമക്കൾക്ക് 2 മൃഗത്തിന്റെ മുഖത്തോടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കുഞ്ഞാട്, അല്ലെ, 2 സിംഹം. ഒരാമയും പറഞ്ഞാട്ടെ.
ദൈവം പറയാ, നീ നിന്റെ ഓഫീസിൽ കുഞ്ഞാടായിരിക്കണം, കുടുംബത്തിൽ കുഞ്ഞാടായിരിക്കണം, ദൈവസഭയിൽ വരുമ്പോൾ എന്തായി തീരണം? ഒരു കുഞ്ഞാടായിരിക്കണം. പക്ഷേ പ്രാർത്ഥന മുറിയിൽ എന്തായി മാറുക? ഒരു സിംഹമായി മാറുക. രാമൻ പറഞ്ഞേ. പക്ഷെ നമ്മളെല്ലാം തിരിഞ്ഞു പോയി അല്ലേ? പക്ഷേ ഈ ദിവസങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മളായിരിക്കുന്ന സമൂഹത്ത് ഒരു കുഞ്ഞാടിനെ പോലെ പെരുമാറിയാലും ഒരു കുഞ്ഞാട് പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ അവന് വെളിപ്പെടേണ്ട മുഖം സിംഹത്തിന്റെ മുഖമാണ്. രാമൻ പറഞ്ഞേന്നേ. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയാണ് ആ പ്രാർത്ഥനയെ ഞാൻ പറഞ്ഞില്ലേ, പല ദൈവദാസന്മാരെ, ഏതെല്ലാം ദൈവദാസന്മാർ, ജോൺ വെസ്ലി, ചാൾസ് ഫിന്നി, ലോക ചരിത്രത്തെ അല്ലെങ്കിൽ ജോൺ ജി ലേക്ക് തുടങ്ങിയ എല്ലാ അഭിഷക്തന്മാരുടെ അവരുടെ വിജയത്തിന്റെ സീക്രട്ട് ഞാൻ പറഞ്ഞില്ലേ, അങ്കൂർ നിരോള വിജയിച്ചതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അസാധാരണ പ്രാർത്ഥനയായിരുന്നു. രാമൻ പറ. യേശു കർത്താവിന്റെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ യേശു കർത്താവിന്റെ മിനിസ്ട്രി ഭൂലോകത്ത് ഭയങ്കര വിജയകരമായി പോയി. നമ്മളെല്ലാം കണ്ടത് പച്ചവെള്ളം വീഞ്ഞാക്കുന്ന യേശുവിനെ മാത്രമാണ്. ലാസറിനെ പുറത്തു വരാൻ പറഞ്ഞ് ഒറ്റ ശബ്ദത്തിൽ മരിച്ചവനെ വെളിയിൽ കൊണ്ടുവരുന്ന യേശുവിനെ മാത്രമാണ് ലോകം കണ്ടത്. പക്ഷേ ലോകത്തിന് കാണാത്ത തിരശീലയ്ക്ക് പുറകിൽ മറ്റൊരു യേശു ഉണ്ടായിരുന്നു, രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്ന ഒരു യേശു. ഒരാമയം പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ എന്താണ് ഞാൻ നിങ്ങളുമായിട്ട് കുഞ്ഞുങ്ങളെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ ഒരു വിജയമുണ്ടോ? ആരും കാണാത്ത സ്ഥലത്ത് നീ ഒരു ശക്തനായ പ്രാർത്ഥനാ മനുഷ്യനാകണം. നീ ഒരു ബലാത്കാരിയായി മാറണം. സ്വതന്ത്രം പറ. നിന്റെ ഹിതമാണെങ്കിൽ ഒരു ഉണർവ്, നിന്റെ ഹിതമാണെങ്കിൽ ഒരു വിടുതൽ. ഒരാമയം പറ. നിന്റെ ഹിതമാണെങ്കിൽ ഒരു സൗഖ്യം. ഇതല്ല നമ്മുടെ പ്രാർത്ഥന. ഉണർവ് ദേശത്തുണ്ടായേ പറ്റൂ കർത്താവേ. വിടുതൽ ദേശത്തുണ്ടായേ പറ്റൂ കർത്താവേ. രാമൻ പറ. ഞാൻ പറഞ്ഞില്ലേ, ചില നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് പറയുന്നത്, ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടങ്ങളാണ്. രാമൻ പറ. ഞാൻ പോയി ഭയങ്കര കഷ്ടത്തിൽ 2021 തൊട്ട് 22, 23 ഫെബ്രുവരി 16 വരെ മഹാകഷ്ടത്തിലായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് അന്നുണ്ടായ ഒരു മെസ്സേജ്, ഈ ഒരു വാക്യം കിട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് കുടുംബത്തിൽ നിന്ന് മരണം മാറിപ്പോയി. രാമൻ പറ. അതുകൊണ്ട് ഞാൻ ഈ ദൂത് നിങ്ങൾക്കും കൈമാറുക. എന്താ കൈമാറുന്നത്? ഒരു അഗ്രസീവ് പ്രാർത്ഥന. ദൈവമേ ചെയ്തേ പറ്റൂ. ആമേൻ പറ. ദൈവമേ വിടിവിച്ചേ പറ്റൂ. ദൈവമേ സഹായിച്ചേ പറ്റൂ. ആമേൻ പറ. അത് ഒരു വലിയ കാര്യം കൊണ്ടുവരും. കരങ്ങൾ ഉയർത്തി നല്ല ഹല്ലേലൂയ. അതുകൊണ്ട് ചിലർ ഉറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഗണത്തിൽ നമ്മളും പോകല്ലേ. ചിലർ അല്ലയ്യ മടിയന്മാരായിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഗണത്തിൽ പോകല്ലേ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളൊരു സിംഹമായി മാറണം. ഒരു സ്തോത്രം പറ. നിങ്ങളാ ബൈബിളിൽ ഒത്തിരി പേരുണ്ട്. ഞാൻ വാക്യത്തിലേക്ക് വരാം. അതിനുമുമ്പ് 2 പേരെ പരിചയപ്പെടാം. ഒന്ന്, മർക്കോസിന്റെ അകത്ത് 12 വർഷം രോഗിയായ ഒരു സ്ത്രീ ഉണ്ട്. ആളൊരു ബലാത്കാരിയായിരുന്നു. രാമൻ പറഞ്ഞു തന്നെ. യേശു കർത്താവ് പുരുഷാരത്തിന്റെ കൂടെ വീടിന്റെ മുന്നിലൂടെ പോകുന്നുള്ള കേട്ടറിവുണ്ടായപ്പോ തന്നെ അവരിങ്ങനെ ചിന്തിച്ചില്ല, അവൻ സൗഖ്യദായകനാണെങ്കിൽ, അത്ഭുത മന്ത്രിയാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ ബെഡിന്റെ അരികിൽ വന്ന് എന്നെ സൗഖ്യമാക്കി കൂടാ എന്നവർ ചിന്തിച്ചില്ല. രാമൻ പറ. അവരുടെ ചിന്ത ഭയങ്കരമായിരുന്നു. അവൻ അത്ഭുത മന്ത്രിയാണെങ്കിൽ, എന്തെല്ലാം പ്രതികൂലമാണെങ്കിലും ഞാൻ പുറകെ ചെന്ന് സൗഖ്യമാകാൻ പോകുകയാണ് കേട്ടോ. അതൊരു അഗ്രസീവ് മെന്റാലിറ്റി. രാമൻ പറഞ്ഞേ. മനസ്സിലായോ നിങ്ങൾ? അവൻ എൻ്റെ വീട്ടിൽ വരണ്ട, എൻ്റെ ബെഡിന്റെ അരികിൽ വരണ്ട. ഞാൻ 12 വർഷമായി മരിച്ചോണ്ടിരിക്കുക. അവർ യേശു പോകുന്ന കണ്ടപ്പോൾ അവര് വീടിന്റെ വെളിയിലിറങ്ങി. അവർക്ക് ഒരിക്കലും യേശുവിന്റെ അടുത്ത് വരാൻ പറ്റാത്ത രീതിയിൽ പുരുഷാരത്തെ കൊണ്ട് യേശു കവർ ചെയ്തപ്പെട്ടിരിക്കുക. ആ സ്ത്രീ പറഞ്ഞു, എന്നതാണ് വീട്ടിൽ കിടന്നാലും മരിക്കും, ഇറങ്ങിയാൽ സൗഖ്യം കിട്ടിയില്ലെങ്കിൽ ആൾക്കാരെ കല്ലേറ് കൊണ്ട് മരിക്കും, അതിനേക്കാൾ ഉപരി ഞാനൊരു ബലാത്കാരം ചെയ്യാൻ പോകുകയാണ്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് കൈ പോക്കിക്കേ. എന്നാണെങ്കിലും മരിക്കും, പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? അവന്റെ പുറകെ പോകാൻ പോകും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ മുട്ടൊന്ന് കുത്തിയിട്ട് ആൾക്കാരുടെ ഇടയിലൂടെ വലിഞ്ഞു ചെന്നിട്ട് ബൈബിൾ പറയാ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവർ തൊട്ടു.
ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യമായി. യേശു അവളോട് പറഞ്ഞു, ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ആ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, മോനെ, ഇവൾ ബലാത്കാരിയുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീയാ. ഒരു സ്വതന്ത്രം പറ. നമ്മൾ വായിച്ച വാക്യം ഏതാ? മത്തായി 11 ആ വാക്യത്തിൽ കണ്ടോ? അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ചിലർ സ്വർഗരാജ്യത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ബലാത്കാരി എന്ത് പിടിച്ചു? എന്റെ കൂടെ വാ. ബലാത്കാരി അത് എന്ത് ചെയ്തു? ഉറക്കെ പറ. പിടിച്ചെടുത്തു. രാമൻ പറ. ഈ സ്ത്രീ ഒരു ബലാത്കാരിയായിരുന്നു. അവൾക്കൊരു സൗഖ്യം വേണമായിരുന്നു. അവൾ വിചാരിച്ചില്ല, ഇങ്ങോട്ട് വന്ന് സൗഖ്യമാക്കുവാണെങ്കിൽ ആക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നല്ല ചിന്തിച്ചത്. ഞാൻ അങ്ങോട്ട് ചെല്ലും, അവനെ തൊടും, ഞാൻ സൗഖ്യമാകാൻ പോകുകയാ. പാസ്റ്റർ അഭിമന്യു പാസ്റ്ററിന്റെ ചർച്ചിന്റെ അകത്ത് ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ വേണ്ടത് മടിയന്മാരെ അല്ല, ദൈവത്തിന് വേണ്ടത് ഉഴപ്പന്മാരെ അല്ല. അതാണ് നമ്മുടെ മെസ്സേജ്. ക്വാണ്ടിറ്റിയേക്കാളും നല്ലത് ക്വാളിറ്റി ഉള്ളവർ വരട്ടെ. സ്വതന്ത്രം പറ. നമുക്ക് വേണ്ടത് ബലാത്കാരികളെയാ വേണ്ടത്. രാമൻ പറ. കണ്ടോ, പിടിച്ചെടുത്തിട വരുന്നേ സൗഖ്യമായിട്ട്. രണ്ടാമത് ലൂക്കോസിന്റെ അകത്ത് ഒരു വ്യക്തി കിടപ്പുണ്ട്. പേര് ഒരു ഗവൺമെന്റ് ഓഫീസറാ. പേര് സക്കായി. രാമൻ പറഞ്ഞേ. ആളിന് ഭയങ്കര പൊക്കക്കുറവാ. യഹൂദ നാട്ടിൽ മിക്കവർക്കും നല്ല പൊക്കമാ, പക്ഷെ അദ്ദേഹത്തിന് പൊക്കക്കുറവാ. യേശുവിനെ കാണാൻ വന്ന വഴിക്ക് ഭയങ്കര പൊക്കം കാരണം ഇദ്ദേഹത്തിന് യേശുവിനെ കാണാൻ പറ്റാതെ വന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചില്ല, ഞാൻ എന്തിനാ അവനെ കാണുന്നത്? എനിക്ക് മാന്യമായ ഒരു ഗവൺമെന്റ് ജോലിയുണ്ട്. കേൾക്കുന്നുണ്ടോ? അവനെ കണ്ടാലും കണ്ടില്ലെങ്കിൽ എനിക്കെന്നതാ, ഞാൻ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് ആള് പോകുമല്ലായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച്, വന്നത് കാണാനാണെങ്കിൽ കണ്ടിട്ടേ പോകത്തുള്ളൂ. സ്വതന്ത്രം പറ. സ്വതന്ത്രം പറ. നല്ലൊരു സ്വതന്ത്രം പറ. മൈൻഡ് ചേഞ്ച് ആകുക, മൈൻഡ് മെന്റാലിറ്റി മാറുക. ഇറങ്ങിയത് ഉപവാസത്തിനാണോ? ഞാൻ പ്രാപിച്ചിട്ടേ പോകൂ. വന്നത് പ്രാർത്ഥിക്കാനാണോ? ഞാൻ പിടിച്ചെടുത്തിട്ടേ പോകൂ. ഇരുന്നത് ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണോ? ഞാൻ കണ്ടിട്ടേ മടങ്ങത്തുള്ളൂ. നാട്ടുകാരും വീട്ടുകാരും പള്ളി മേടകളും എല്ലാ മഠങ്ങളെയും പൊട്ടിച്ച് ദൈവസഭയ്ക്കകത്ത് കയറി വന്നെങ്കിൽ ഞാൻ വന്നത് അനുഗ്രഹിക്കപ്പെടാനാണോ? അനുഗ്രഹിക്കപ്പെട്ടേ മടങ്ങത്തുള്ളൂ. ഞാൻ വന്നത് പ്രാപിക്കാനാണോ? ഞാൻ പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ. സ്വതന്ത്രം പറ. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ പല ചർച്ചയും യാചകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കും. കേൾക്കുന്നുണ്ടോ? തരണമേ എന്നുള്ള ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. എൻ്റെ വിഷയം അതേ അല്ല. എൻ്റെ ഇത്രേ ഉള്ളൂ, നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആകുക, പ്രാർത്ഥന അഗ്രസീവിലേക്ക് കൊണ്ടുവരിക. സ്വതന്ത്രം പറ. വന്നത് കാണാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടേ പോകത്തുള്ളൂ? കണ്ടിട്ടേ പോകത്തുള്ളൂ. ഒറ്റ ഓട്ടമായിരുന്നു. മുന്നിൽ കണ്ട മരത്തിന്റെ മുകളിലോട്ട് കയറി അതിലൂടെ യേശുവിനെ കണ്ടെന്ന ബൈബിൾ പറയുന്നു. രാമൻ പറ. അങ്ങനെ കണ്ടപ്പോൾ യേശു കർത്താവ് അവനെ ഇഷ്ടപ്പെട്ടു. ഉടനെ വിളിച്ചു, സക്കായി ഇറങ്ങി വാ. രണ്ട് കാര്യം നടക്കും. ഒന്ന്, നീ ചോദിച്ചതല്ല, പക്ഷെ ചോദിക്കാത്ത ഒരു കാര്യം കൂടെ തരാം. നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. എത്ര പേര് കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ചോദിച്ചത് ഒന്ന് മാത്രമാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ലിസ്റ്റിൽ ഒരു കാര്യം മാത്രമായിരുന്നു, എനിക്ക് യേശുവിനെ കാണണം. കേൾക്കുന്നുണ്ടോ അങ്കിളെ? കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ലിസ്റ്റിന്റെ അകത്ത് ഒരു വിഷയം മാത്രമുള്ളായിരുന്നു, എനിക്ക് ആരെ കാണണം? യേശുവിനെ കാണണം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ലിസ്റ്റിൽ ഇല്ലാത്ത മറ്റൊരു കാര്യം കൂടെ നടന്നു. കാണുക മാത്രമല്ല, വീട്ടിൽ ചെന്ന് രണ്ടുപേരും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ ചിലരോട് പറയുക, ഒരു ബലാത്കാരിയാണെങ്കിൽ നീ ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അത്യന്തം പരമായി ദൈവം ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിയിട്ട്, യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ചിലർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സ്വർഗരാജ്യത്തെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു?
അവസാനം ബലാൽക്കാരി എന്ത് ചെയ്തു? കേട്ടോ, ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും പിടിച്ചെടുത്തെന്നല്ല യേശു പറഞ്ഞത്. അതിൽ ചില ബലാൽക്കാരി ഉണ്ടായിരുന്നു, അവരതങ്ങ് പിടിച്ചെടുത്തു. 100 പേര് നമ്മുടെ ചർച്ചിൽ വന്നു പോകും, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ കൂട്ടായ്മയിൽ വന്നു പോകും, പക്ഷെ എല്ലാവരും പിടിച്ചെടുക്കുമെന്നല്ല. അതിൻ്റെ അകത്ത് ചില ബലാൽക്കാരി ഇരിപ്പുണ്ട് കേട്ടോ. അവരുടെ മൈൻഡ് സെറ്റ് ഭയങ്കര അഗ്രസീവാ, ഭയങ്കര ഷാർപ്പാ. അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും: ദൈവമേ, ഞാൻ പോകുക, പക്ഷെ ഞാൻ വെറും കൈയോടെ വരത്തില്ല. കർത്താവ്, ഞാൻ ഉപവസിക്കുക, പക്ഷെ ഞാൻ വെറും കൈയോടെ എഴുന്നേറ്റ് വരത്തില്ല. അങ്ങനെയുള്ളവരുണ്ടോ? ആ സ്ത്രീയെ തൊട്ട ദൈവം നിങ്ങളെ തൊടാൻ പോവുക. സക്കായിയെ തൊട്ട ദൈവം നിങ്ങളെ തൊടാൻ പോവുക. എന്റെ ദൈവം പറയാ, എനിക്ക് മടിയന്മാരെയല്ല ഇഷ്ടം, എനിക്ക് ആലസ്യന്മാരെയല്ല ഇഷ്ടം, എനിക്ക് ഉറക്കക്കാരെയല്ല ഇഷ്ടം, എനിക്ക് സക്കായിയെ പോലെ അഗ്രസീവായിരിക്കുന്ന, ഹല്ലേലൂയ, ഒത്തിരി ആക്റ്റീവ് ആയിരിക്കുന്ന, ജീവനോടെ പിടിച്ചെടുക്കുന്നവരാ എനിക്ക് ആവശ്യം. നല്ല ആമയം പറ നിങ്ങള്. പ്രായമൊന്നും പ്രശ്നമല്ല കേട്ടോ. ഈ മെസ്സേജ് അകത്തേക്ക് അങ്ങ് കയറണം. കരങ്ങൾ ഉയർത്തി ആമയം പറ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ നമ്മൾ കൂട്ടുകൂടാവും. ഇന്നത്തെ പെന്തക്കോസ്തിന്റെ രീതി അനുസരിച്ച് ഒത്തിരി തണുപ്പന്മാരെ കൊണ്ട് ചർച്ച നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവരെക്കാളും കൂടുതൽ സംസാരിക്കാൻ ചില സമയം നമ്മൾ ചിന്തിക്കും, ജാതികൾ അതിനേക്കാളും പോസിറ്റീവ് സംസാരിക്കും. ആമയം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ആ കൂട്ടത്തിലല്ല. നമ്മൾ അഗ്രസീവ് മൈൻഡ് ദൈവം ചെയ്യും കേട്ടോ. ദൈവം വിടുവിക്കും കേട്ടോ. ദൈവം ഇറങ്ങും കേട്ടോ. ആമേൻ പറഞ്ഞേ. ഞാൻ പറയാം, ഇതൊന്നും ഇന്നും ഇന്നലെ തുടങ്ങിയ സാധനമല്ല. യേശു പറഞ്ഞത് നിങ്ങൾ കണ്ടോ? ഇവിടെ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ ആദിമപിതാക്കന്മാർ തുടങ്ങിയ പരിപാടിയാ. 32-ാം അധ്യായത്തിന്റെ 22 മുതൽ ഒന്ന് വായിച്ചു. ജനസസ് ചാപ്റ്റർ 32. ആ കേട്ടോ, രാത്രിയിൽ അവൻ എഴുന്നേറ്റു. 2 ബാല്യക്കാരി. യാബോക്ക്. Yeah. Amen. മതി. ഒരു നല്ല ആമൻ പറ നിങ്ങള്. നമ്മള് വായിച്ച വാക്യത്തിൽ നിൽക്കണേ. ബലാൽക്കാരി അതിനെ എന്ത് ചെയ്യും? ഈ ഫാസ്റ്റിങ്ങിന്റെ അകത്ത് ബലാൽക്കാരി ഉണ്ടോ? അവർ ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ജയക്കൊടി പിടിക്കും. സ്തോത്രം പറ. ഈ ബലാത്കാരം തുടങ്ങിയത് നമ്മളൊന്ന് മാത്രമല്ല, നമ്മുടെ ആദ്യത്തെ 3 പിതാക്കന്മാരിൽ യാക്കോബ് തുടങ്ങിയതാ. ഒരാമൻ പറഞ്ഞാട്ടെ. യാബോക്ക് എന്ന കടവിൽ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ പറയുന്നത് ദൈവവുമായിട്ട് റെസ്ലിംഗ് നടത്തിയെന്ന. ഒരാമൻ പറഞ്ഞാട്ടെ. കുസ്തി. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കാര്യമുണ്ട്. നീണ്ട 20 വർഷങ്ങൾക്ക് പിന്നിൽ പറഞ്ഞ ഒരു പ്രവചനം നടക്കാനുണ്ട്. ഒരാമൻ പറഞ്ഞാട്ടെ. എന്നോട് ദൈവാത്മ പറയുക, വർഷങ്ങളുടെ പല പ്രവചനങ്ങളുടെ നിവർത്തി ഈ ദിവസങ്ങളിൽ നടക്കും. പല പ്രാവശ്യമായി നിന്റെ നന്മകൾ തടയപ്പെട്ട്, പല പ്രാവശ്യമായി നീ കണ്ണുപൊട്ടനെ പോലെ 1 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം നിന്നെ കറക്കി നടത്തിയ അതെല്ലാം മാറിയിട്ട് ഈ വർഷം, ഈ ദിവസം അതിന്റെ നിവർത്തി നാം കാണാൻ പോകുകയാണ്. In the name of Jesus.
ഹല്ലേലൂയ. പിന്നെ ഞാൻ ഈ ഹോളിനെ നോക്കി പ്രഖ്യാപിക്കുക, ഇതൊരു യാബോക്കായി മാറാൻ പോകുകയാണ്. ഒരു ആമേൻ പറ. എന്നോട് ആവർത്തിച്ച് ദൈവം പറയുകയാണ്, ഇതൊരു യാബോക്ക. ഇവിടെ വരുന്ന യാക്കോബുമാർ ഇസ്രായേലായി തിരിയുന്ന സ്ഥലമാണ്. ആമേൻ, ആമേൻ പറഞ്ഞേ. ഇവിടെ ഒരു സംഭവം നടക്കുക. 20 വർഷത്തിന്റെ പിന്നിൽ പറഞ്ഞൊരു ദൂതിന്റെ നിവൃത്തി നടക്കാൻ പോവാ. നല്ല ഹല്ലേലൂയ. ഇന്നത്തെ ഈ ദൂത് പിടിക്കാതെ ആരും പോകരുത്. ഞാൻ ഇന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ നാവാ. ഈ മീറ്റിങ്ങിന് ശേഷം ഒത്തിരി ടെസ്റ്റ് മണികൾ ഉണ്ടാകും, ഒത്തിരി ഗുഡ് ന്യൂസ് കേൾക്കും നിങ്ങൾ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കേട്ടോണേ, യാബോക്കിൽ വന്നപ്പോൾ, യാബോക്ക് ശൂന്യത എന്ന് പറയുന്ന സ്ഥലമാണ്. രാമൻ പറഞ്ഞിട്ട് അവിടെ യാക്കോബ് വന്നപ്പോൾ, യാക്കോബ് രാത്രിയിൽ എഴുന്നേറ്റു. അവിടെ പറഞ്ഞ രാത്രിയിൽ എഴുന്നേറ്റു. അമ്മേ പറ, രാത്രിയിൽ എഴുന്നേറ്റു. പറഞ്ഞേ, രാത്രിയിൽ എഴുന്നേറ്റു. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയ ശേഷം താൻ എന്ത് ചെയ്തു? തനിയെ, അതാ ഫാസ്റ്റിംഗ്. ഒരാമേ പറ. ഇന്നത്തെ യാക്കോബുമാരെല്ലാം എങ്ങനെയാണെന്നറിയാമോ? എല്ലാം തലയിൽ വെച്ചോണ്ടാ ദൈവസേന വന്നിരിക്കുന്നത്, ആണോ? ഇന്നത്തെ പ്രവചനവും ദൂതും കേട്ടോണേ. ദൈവസന്നിധി നിന്ന് വല്ലതും പ്രാപിക്കാനുണ്ടെങ്കിൽ അക്കരെ കടത്തേണ്ടതല്ല, അക്കരെ കടത്തണം. ഒരാമേൻ പറ. ദൈവത്തിന് ആഗ്രഹം ഈ യാബോക്കിന്റെ അകത്ത് വരുന്ന യാക്കോബുമാർ എങ്ങനെയായിരിക്കണം എന്നറിയാമോ? അവർ തനിയെ വരണം. അവർ പലവിധ വിചാരങ്ങൾക്കകത്ത് വന്നിരിക്കല്ലേ. അവര് പലവിധ വിഷയങ്ങൾ ചുമന്നുകൊണ്ട് വന്നിരുന്നാൽ ദൈവം പറയും, എനിക്ക് നിന്നെ ഇസ്രായേലാക്കാൻ കഴിയത്തില്ല. എനിക്ക് നിനക്കൊരു എൻകൗണ്ടർ തരണമെങ്കിൽ, എനിക്ക് നിന്നെ ഒന്ന് തൊടണമെങ്കിൽ, എനിക്ക് നിന്നെ ഒന്ന് ഇസ്രായേലാക്കി മാറ്റണമെങ്കിൽ എനിക്ക് ആഗ്രഹം നീ ഒന്ന് തനിയെ ശേഷിക്കാനാണ്. നല്ല ആമേൻ പറ. ഒത്തിരി സാമ്പത്തിക പ്രോബ്ലമുണ്ട്, ഒത്തിരി കുടുംബ വഴക്കുകളുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഈ യാബോക്കിൽ വന്നിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് വന്നിരിക്കണം. സ്തോത്രം പറ. അവിടെ ആ ദൈവത്തിന് നമുക്ക് വേണ്ടി ചലിക്കാൻ കഴിയത്തുള്ളൂ. യാക്കോബ് എല്ലാം അക്കരെ ആക്കിയിട്ട് തനിയെ ശേഷിക്കുന്ന ആ രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി. തനിയെ നിൽക്കുന്നവന് വേണ്ടി ദൈവം പ്രത്യക്ഷനായി. സ്തോത്രം പറ. ദൈവം പ്രത്യക്ഷനായിട്ട് ബൈബിൾ പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവിടെ ദൈവം യാക്കോബിനെ പിടിച്ചെന്നാണോ എഴുതിയേക്കുന്നത്? പറ മോനെ, ആണോ? എന്റെ പേരെന്നാ? ആ ബോസേ പറ. ദൈവം യാക്കോബിനെ പിടിച്ചെന്നാണോ എഴുതിയേക്കുന്നേ? യാക്കോബ് ആരെ പിടിച്ചു? കേക്ക്. ആ സ്ത്രീയെ കയറി യേശു തൊട്ടെന്നാണോ പറഞ്ഞത്? ആ സ്ത്രീ യേശുവിനെ തൊട്ടെന്നാണോ പറഞ്ഞത്? മൈൻഡ് മാറുന്നേ. ആവശ്യക്കാരൻ യേശു അല്ല, ആവശ്യക്കാരൻ ഞാനാ. ആമേൻ പറ. ഹല്ലേലൂയ. വിടുതൽ വേണ്ടത് ദൈവത്തിനല്ല, വിടുതൽ വേണ്ടത് എനിക്കാ. ദൂത് നിവർത്തിക്കേണ്ടത് ദൈവത്തിനല്ല, ദൂത് നിവർത്തിക്കേണ്ടത് എന്റെ മേലാ. അതുകൊണ്ട് എന്നെ ദൈവം തൊടുമെന്ന് പറഞ്ഞ് കാലക്കണക്കിന് ഒരുപാട് നാളായി. അല്ലെ, അവിടെയെല്ലാം പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേലും മൈൻഡ് ഒന്ന് തിരിച്ചിട്ട് പറയണം, ആവശ്യക്കാരൻ ഞാനാണെങ്കിൽ എന്നെ തൊടാൻ വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ കേറി തൊടാൻ പോകുകയാ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ദൈവം എന്നെ എന്ത് ചെയ്യണ്ട, എന്നെ തൊടാൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ കയറി തൊടുക. യാക്കോബ് അങ്ങോട്ട് കയറി ഒരു പിടുത്തം അങ്ങ് പിടിച്ചു. ദൈവം പറയുന്നത് കേട്ടില്ലേ? ശരിക്കും അവിടെ ബൈബിൾ എഴുതിയിരിക്കുന്ന റെസ്ലിംഗ് എന്നാ പറയുന്നത്. രാമേൻ പറ. അതാ ഈ യാബോക്ക് വന്നാൽ തുണിയൊക്കെ ഉടയും. ആമേൻ പറ. എന്തേലും ആകണമെങ്കിൽ ഷർട്ട് മണ്ണൊക്കെ പറ്റും. ബോവസേ ഒരു സ്തോത്രം പറ. ആരേലും എന്തേലും ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവരെ പോഷനാക്കിയിട്ടുണ്ട്. താങ്ക് യു ജീസസ്.
കേട്ടോ, ഷർട്ട് ഉടയാത്തവർ ഇന്നും ഉടയാത്ത ഷർട്ടുമായിട്ട് ആ ചർച്ചിന്റെ മൂലയിലുണ്ട്. ഉടഞ്ഞവൻ ആയിരങ്ങളെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഉടഞ്ഞവൻ 10,000-ങ്ങളെ ഉണർവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. ചെളി പറ്റും, ഷർട്ടൊക്കെ ചുളുങ്ങും. നോക്ക്, റെസ്ലിംഗ് എന്ന് പറയുന്നത്, മൽപ്പിടുത്തം എന്ന് പറയുന്നത്, ബലാത്കാരം എന്ന് പറയുന്നത് ഷർട്ട് ചുളുങ്ങാത്ത പരിപാടിയല്ല. ദൈവത്തെ കയറി പിടിച്ചു. യാബോക്കിന്റെ ആ മണൽത്തരിയുടെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് ചോദിച്ച, ദൈവമേ, അങ്ങക്ക് ഇവനെ ഇസ്രായേലാക്കണമെങ്കിൽ എന്തിനാ ഇങ്ങനെ ഒരു ടെസ്റ്റ്? ദൈവം പറഞ്ഞ്, അല്ലല്ല, ഞാൻ ഇവനെ ഒന്ന് മെഷർ ചെയ്യുക, അളക്കുക, ആൾക്കെന്തേലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ. ചരിത്രം പഠിച്ചു വന്നാൽ പറ്റീരിന്റെ ചരിത്രമല്ലാതെ വേറൊന്നുമില്ല. ഒരാമേ പറ. എനിക്കറിയണം, യാബോക്കിൽ വെച്ച് ഞാൻ ഇവന്റെ മേൽ നിറവ് പകരുന്നതിന് മുമ്പ് തന്നെ ഇവനാൾ ഓക്കെ ആയിട്ടുണ്ടോ. സ്വതന്ത്രം പറ. അങ്ങനെ ഒരു അളവിന്റെ ഞാനിവനെ ഒന്ന് മെഷർ ചെയ്തുകൊണ്ടിരിക്കുക, ഞാനിവനെ ഒന്ന് അളന്നുകൊണ്ടിരിക്കുക. അവസാനം അളക്കുന്നതിൻ്റെ ഇടയിൽ ദൈവം ഇവനോട് പറഞ്ഞ്, വിടടാ, അർദ്ധരാത്രി 12 മണി കഴിഞ്ഞു, അല്ലെങ്കിൽ നീ എന്നെ വിട് എന്ന് പറഞ്ഞപ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞ്, ഞാൻ വിടത്തില്ല. പിന്നെ മൽപ്പിടുത്തം തുടർന്ന് സൂര്യൻ കിഴക്ക് പൊങ്ങിയപ്പോഴും ദൈവം യാക്കോബിനോട് പറഞ്ഞു, യാക്കോബെ വിട്, സൂര്യൻ പൊങ്ങുന്ന വെട്ടം വരാൻ സമയമായി, നാട്ടുകാർ കാണും ഈ കടന്നുരുളുന്നത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, സൂര്യൻ പൊങ്ങിക്കോട്ടെ, വെട്ടം വന്നോട്ടെ, നാട്ടുകാർ കണ്ടോട്ടെ, ഹല്ലേലൂയ, എന്നെ ഇസ്രായേലാക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഒരു സ്തോത്രം പറ. നിങ്ങള് കരങ്ങൾ ഉയർത്തി നല്ല ആമേൻ. ഇന്ന് കർത്താവിന് വേണ്ടത് അങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള യാക്കോബുമാരാണ്. പോയ വർഷങ്ങളൊക്കെ പോയി, നഷ്ടമായതൊക്കെ നഷ്ടമായി, ഇനിയുള്ള കാലം ഞാൻ പിടിച്ചെടുത്തിട്ടേ അടങ്ങൂ, ഞാൻ പ്രാപിച്ചിട്ടേ അടങ്ങൂ. ഹല്ലേലൂയ. ദൈവത്തിന് മനസ്സിലായി, ഇനി എന്നാ പറഞ്ഞാലും ആളെന്നെ വിടത്തില്ല. സ്വത്രം പറഞ്ഞോട്ടെ. ഉടനെ ചോദിച്ചു, നീ ആരാ? പേര് പറഞ്ഞു. ഹല്ലേലൂയ. അടുത്ത ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, നീ മനുഷ്യനോടും പിന്നെ ദൈവത്തോടും. രാമേ പറ. നമ്മുടെ വാക്ക് കണ്ടോ, മല്ല് പിടിക്കുന്ന വാക്കിന്റെ മറ്റൊരു പദം ബലാത്കാരം. ഒരാമേ പറ. നീ ബലാത്കാരം കാണിച്ച് നീ പിടിച്ചത് കൊണ്ട് നീ യാക്കോബല്ല, നീ ആരാകാൻ പോകുകയാ? ഇസ്രായേലാകാൻ പോകുകയാ. ഈ അഭിഷേക നേതൃത്വം കൊടുക്കുന്ന ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ അകത്ത് ഇതൊരു യാബോക്ക ഈ സ്ഥലം കേട്ടോ. ഇതിന്റെ അകത്ത് ദൈവത്തിന് കാണാൻ, ചിലരെ കാണാൻ പറ്റണം. പ്രായം പ്രശ്നമല്ല കേട്ടോ, ചില യാക്കോബുമാരെ ദൈവത്തിന് കാണാൻ കഴിയണം. ബലാത്കാരി അവരെ പിടിച്ചെടുത്തു. രാമൻ പറ. അന്ന് യാബോക്കിൽ തനിയെ ശേഷിച്ചില്ലായിരുന്നെങ്കിൽ, ഇറങ്ങി വന്ന ദൈവത്തെ പിടിച്ചില്ലായിരുന്നെങ്കിൽ, ബലാത്കാരം നടത്തിയില്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നായി മാറിയാണ്. ഒരു സ്തോത്രം പറ. അടുത്തിരിക്കുന്നവരോടൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. എല്ലാ സമയത്ത് ചെയ്തോണം. അവൻ പറ, സമയത്ത് ചെയ്തോണം, നാളെ വെക്കരുത്. ടൈമിങ്ങിൽ ചില വിഷയത്തിൽ കയറി പിടിച്ചോണം, അല്ലെങ്കിൽ ചിലത് നടക്കത്തില്ല. രാമേ പറ. ലിഫ്റ്റ് എപ്പോഴും വരാറില്ല, വരുമ്പോൾ കേറിക്കോ, ഈസി ആയിട്ട് 10ാം നില ചെല്ലൂ. രാമേ പറ. അതുകൊണ്ട് ഫാസ്റ്റിംഗിന്റെ 19ാമത്തെ ദിവസം യാബോക്കിൽ വന്നിരിക്കുന്ന യാക്കോബുമാരോടാ ദൂത്. തനിയെ ആണെങ്കിൽ ഇന്നത്തെ ക്ലോക്കെ പോലും നോക്കല്ല കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് ധൃതിയുണ്ടെന്ന്, പക്ഷെ ഒരു വാക്കകത്ത് പറയണം, ഇന്ന് ഞാൻ വന്നെങ്കിൽ പിടിച്ചോണ്ടേ പോകത്തുള്ളൂ. സ്തോത്രം പറ.
ദൈവം പറയാ, നീ മനുഷ്യനോടും ദൈവത്തോടും എന്ത് ചെയ്തു? ഓ, മല്ല് പിടിച്ചു കേട്ടോ. അതുകൊണ്ട് നീ ആരാ? യാക്കോബല്ല, നീ ആരാ? ഇസ്രായേൽ. ഭയങ്കര ദൂതുകളുടെ നിവർത്തി ഈ ഫാസ്റ്റിംഗിൽ നടക്കാൻ പോവാ. ഞാൻ ഭയങ്കരമായിട്ട് കാണുന്നത്, ലോകമറിയുന്ന പ്രവാചകർ ഈ ചർച്ചയിൽ നിന്ന് വരാൻ പോകുക. ലോകമറിയുന്ന അപ്പോസ്തലന്മാർ ഈ സഭയെ നെടുവാക്കാൻ പോകുക. ദൈവം ഒരു ബാബസിനെ മാത്രമല്ല, ദൈവം ചില അക്ഷമാരെ പുറത്ത് പ്രവചിക്കുന്ന ബാബസ് മാത്രമല്ല, പ്രവചിക്കുന്ന ഏലിയ മാത്രമല്ല, പ്രവചിക്കുന്ന അക്സാമാർ, പ്രവചിക്കുന്ന ഫേറാമാർ, ഇതൊരു അപ്പോസ്തലിക ചർച്ച, ഇതൊരു മിഷണറി ചർച്ച, ഇതൊരു പ്രൊഫറ്റിക് ചർച്ച. വേൾഡിനെ തൊടുന്നവർ ഇവിടെ എഴുന്നേൽക്കാൻ പോവുകയാ. രാമൻ പറ. വെട്ടം കയറാത്ത ഇരുണ്ട രാജ്യമായിരിക്കുന്ന സിംബാബ്വേയിൽ നിന്നും നൈജീരിയയിൽ നിന്നും വേൾഡിനെ തൊടുന്ന ശുശ്രൂഷകർ വന്നെങ്കിൽ എന്നോട് ആത്മാവ് പറയാ, പാസ്റ്റർ, ഇവിടുന്ന് ലോകത്തെ തൊടുന്ന ഒത്തിരി പേരെ ദൈവനെ കാണിക്കുക. ഭയങ്കര കാര്യങ്ങൾ എന്റെ കർത്താവ് ചെയ്യാൻ പോകും. രാമൻ പറ. നിങ്ങള് ബലാൽക്കാരി എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. നായാദേവന്മാർ ഒന്ന് എടുക്ക്. 6-ാം അധ്യായം ഒന്ന് എടുക്ക്. എടുത്തേ. അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. യഹോവയുടെ ദൂതൻ സ്തോത്രം പറ. അല്ലയോ, പരാക്രമത്തിന്റെ മറ്റൊരു പദം ബലാത്കാരം. ആമേൻ പറ. മനസ്സിലായോ? 6-ൽ പരം വർഷങ്ങളായി ഇസ്രായേൽ വിതയ്ക്കുന്നു, ഫിലിസ്ത്യർ കൊയ്തുകൊണ്ട് പോകുന്നു, മിഥ്യാനിയർ കൊയ്തുകൊണ്ട് പോകുന്നു. 6-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, മിഥ്യാനിയർ നിമിത്തം ഇസ്രായേൽ മക്കൾ ക്ഷയിച്ചു പോയി. ഒരാമേൻ പറ. ക്ഷയിച്ചു പോകുന്നു, വിതയ്ക്കുന്നു, അവർ കൊയ്തുകൊണ്ട് പോകുന്നു. അവിടെ യോവാശ് എന്ന് പറയുന്ന ഒരു അപ്പനുണ്ട്, നല്ലൊരു അമ്മയുണ്ട്, അവർക്കൊരു നല്ല ആൺതരിയുണ്ട്, പേര് ഗിദെയോൻ. നല്ലൊരു സ്തോത്രം പറ. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഭയങ്കരമായിട്ട് ചിലരെ തൊടാൻ പോവുക. ഒന്ന് പ്രാർത്ഥിച്ചേ നിങ്ങൾ. കേട്ട നിങ്ങളാ, കടൽക്കരയിലെ മണല് പോലെ, വെട്ടിക്കിളി പോലെ മിഥ്യാൻ കടക്കുക ഇസ്രായേലിന്റെ നന്മയ്ക്ക് ചുറ്റും. എല്ലാ വട്ടവും അപ്പനും അമ്മ യോവാശും പോയിട്ട് വരും, പറയും, ഗിദെയോനെ 2 ദിവസം കഴിഞ്ഞിട്ട് നെല്ലായിട്ടേ വരത്തുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് പോകുന്ന കാണാം. കുറെ മണിക്കൂർ കഴിയുമ്പോൾ 2 പേര് കരഞ്ഞ് നിലവിളിച്ച് മാറത്തിടിച്ച് വരുമ്പോ അപ്പനോടും അമ്മയോടും ഗിദെയോൻ ചെന്ന് ചോദിക്കുക, എന്തിനാ കരയുന്നത്? അവർ പറയും, ഈ വർഷവും നമ്മൾ വിതച്ച് കൊയ്യാൻ പറ്റിയില്ല, നന്മ കൊണ്ടുവരാൻ പറ്റിയില്ല, ശത്രു കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ പല വർഷങ്ങളായി. അങ്ങനെ ഒരു വർഷം കരഞ്ഞു നിലവിളിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു, ഇനി നമ്മൾ വിതയ്ക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇരിക്കുമ്പോൾ ഗിദെയോൻ പറഞ്ഞു, അടുത്ത വർഷം നിങ്ങൾ വിതയ്ക്കുകയും ചെയ്യും, ഞാൻ കൊയ്യാനും പോകും. സ്തോത്രം പറ. നിങ്ങൾ അപ്പനമ്മമാർ വിതച്ചിട്ട് വന്നപ്പോൾ ഗിദെയോൻ പറഞ്ഞു, ഇനി നിങ്ങളല്ല കൊയ്യാൻ പോകുന്നത്, ഈ വർഷം ഞാനാ കൊയ്യാൻ പോകുന്നത്.
ഉടനെ പേരൻസ് ചിന്തിച്ച് ഇവൻ എന്താ പറയുന്നേ, ഇവന്റെ പ്രായമുള്ളവരൊക്കെ AC 18 ഫാൻ 5 പുതപ്പൊക്കെ വലിച്ച് മോളിലാക്കി സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരു യൗവനക്കാരൻ പറയാ, ഇനി ഞാനാ കൊയ്യാൻ പോകുന്നത്. സ്വതന്ത്രം പറഞ്ഞാട്ടെ നിങ്ങള്. അന്ന് അതിരാവിലെ ഫാനും AC എല്ലാം ഓഫാക്കി ഗദയൻ വെളിയിൽ ചാടി. ഒരു സ്വതന്ത്രം പറ. കയ്യിൽ ആയുധങ്ങളെല്ലാം പിടിച്ച് വയലിലിറങ്ങി അവൻ കൊയ്യാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു തരുമ്പോ അപ്പൻ പറഞ്ഞായിരുന്നു, മോനെ കടൽക്കരയിലെ മണൽ പോലെയാ ശത്രു കടക്കുന്നത്. ഗിദെയോൻ പറഞ്ഞോട്ടെ, അവര് കടന്നോട്ടെ, എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഇറങ്ങിയെങ്കിൽ ഞാൻ അത് ചെയ്തിട്ടേ വരത്തുള്ളൂ. ഒരു നല്ല ആമേൻ പറ. ബൈബിള് പറയാണ്, ശത്രു നോക്കി നിൽക്കുമ്പോൾ തന്നെ ഗിദെയോൻ യോവാശ് വിതച്ച് അതെല്ലാം അങ്ങ് കൊയ്തു. രാമൻ പറ. കൊയ്തതെല്ലാം കൂടെ മുന്തിരിച്ചക്കിന്റെ വലിയ പുറകിൽ കൊണ്ടുവന്നിട്ട് അവൻ മെതിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണീന്ന് കണ്ണുനീർ കുടുകൂടെ വരുന്നുണ്ട്, കാലുകൊണ്ട് ചവിട്ടുന്നുണ്ട്. കരയുന്നത് വേറൊന്നിനുമല്ല, അതോർത്ത കരയുന്ന ശത്രുവെ, നീ ഇത്രത്തോളം എന്റെ കുടുംബത്തെ ദ്രോഹിച്ചിരുന്നു. രാമൻ പറ. തന്റെ അനങ്ങാതെ അനക്കി താൻ പറയുന്ന ഒരു പദമുണ്ട്, ഇന്ന് നീ വന്നാലും ഞാൻ ഇത് തരത്തില്ല നിനക്ക്. ഒരു സ്വതന്ത്രം പറ. കാലുകൊണ്ട് കറ്റയെല്ലാം മെതിക്കുന്നത്, കാലുകൊണ്ട് ആ മെതി കാണുമ്പോൾ അറിയാം അവൻ മെതിക്കുന്നത് മിദ്യാന്റെ തലയാ മഴകൊണ്ടിരുന്നത്. സ്വതന്ത്രം പറ. അവൻ പറയുന്ന ഒരു വാക്ക, ഇന്ന് നീ വന്നാൽ ഇതുപോലെ ഞാൻ മെതിക്കാൻ പോകുക നിന്നെ. സ്വതന്ത്രം പറ. ഈ ഒരു വരവ് ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ അല്ലെ ദൂതൻ പ്രത്യക്ഷനായി. ദൈവം പറയാ, 6-7 വർഷമായി ഇങ്ങനെ ഒരു മിടുക്കനെ നോക്കി ഞാൻ ഇരിക്കുകയായിരുന്നു കേട്ടോ. സ്വതന്ത്രം പറ. 6-7 വർഷമായിട്ട് ഞാന് ഇങ്ങനെ ഒരു മിടുക്കനെ നോക്കിയ കാര്യം. ഇത്രയും കാലം ഇത്ര യങ്സ്റ്റേഴ്സ് ഇസ്രായേലിന്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരുത്തന് പോലും ഒരു ധൈര്യം ഇല്ലായിരുന്നു. വേണ്ടേ, ഒരുത്തൻ ഇറങ്ങി വന്നിരിക്കുക. അവനെ കണ്ടിട്ട് ദൈവദൂതൻ വന്ന് വിളിക്കുകയാണ്, അല്ലയോ മടിയാന്നല്ല, അല്ലയോ പരാക്രമശാലിയേ. അതൂത് മനസ്സിലായ രാമേ പറ. ഞാൻ പറഞ്ഞല്ലോ, പരാക്രമത്തിന്റെ മറ്റൊരു പദമാ ബലാത്കാരം. ആമേൻ പറ. ദൈവം പറഞ്ഞ് പരാക്രമശാലിയെ, ദൈവം നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. കർത്താവിന്റെ വചനം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ പറയാം, അങ്ങനെ ഗിദെയോന്റെ കയ്യിലേക്ക് ദൈവം ഒന്ന് കൈമാറി. ഏതാണ്ട് 300 പേരുമായിട്ട് നിന്ന് ഒരു അർദ്ധരാത്രി. ആമേൻ പറ കേട്ടോ. എന്റെ ഇന്നത്തെ മെസ്സേജിന്റെ 2ാമത്തെ ഭാഗത്ത് ഞാൻ ഉപയോഗിക്കുന്ന പദമാണ് അർദ്ധരാത്രിയിൽ ഒരു യുദ്ധം ഉണ്ടായി. രാമേൻ പറ. നിങ്ങൾക്ക് മനസ്സിലാവണോ? 24 മണിക്കൂറിൽ ഏറ്റവും പവർഫുള്ളായ പ്രാർത്ഥനയുടെ മണിക്കൂർ അർദ്ധരാത്രി കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? യാക്കോബ് ഇസ്രായേൽ ആയതും അർദ്ധരാത്രിയിലാ. ഗിദെയോൻ യുദ്ധം ജയിച്ചതും അർദ്ധരാത്രിയിലാ. നെഹമ്യാവ് മതിലിന്റെ ഇടിവ് കാണാൻ പോയതും അർദ്ധരാത്രിയിലാ. എന്തിനേറെ പറയുന്നു, യേശു കർത്താവ് പോലും പറഞ്ഞ അപ്പത്തിന്റെ മർമ്മത്തിന്റെ അകത്ത് യേശു പറയാ, അർദ്ധരാത്രിയിൽ സ്നേഹിതന്റെ ഡോറയെ മുട്ടി. ആമേൻ പറ. അതിനർത്ഥം 24 മണിക്കൂറിന്റെ അകത്ത് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അസാധാരണ ചലനമുണ്ടാകുന്നത് അർദ്ധരാത്രിക്കകത്താണ്. അതുകൊണ്ട് ഒത്തിരി പേര് ഏറ്റെടുത്തില്ലെങ്കിൽ ചില കുഞ്ഞുങ്ങളും ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ളവരെല്ലാം ഈ സീക്രട്ട് ഒന്ന് പിടിച്ചോണേ. 12 തൊട്ട് 3 മണി വരെ പ്രാർത്ഥനയിൽ ലൈവാണോ, അവർ വിജയിക്കാൻ പോകുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞേ നിങ്ങള്. അർദ്ധരാത്രി പറഞ്ഞേ. അർദ്ധരാത്രി യുദ്ധം അങ്ങോട്ട് ഏൽപ്പിച്ചു. നിങ്ങളുടെ ഞാൻ പറയട്ടെ, 6-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇസ്രായേൽ മിദ്യാൻ നിമിത്തം ഇസ്രായേൽ ക്ഷയിച്ചു. യുദ്ധം കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മിദ്യാൻ ഇസ്രായേൽ നിമിത്തം തലപൊക്കാതായി. സ്വതന്ത്രം പറ.
കൈവക്കിക്കേ, ഒന്ന് കൈവക്കിക്കേ. ഇന്ന് ഈ പ്രവചനം ഒന്ന് ഏറ്റെടുത്തോണേ. ഇന്നലെ വരെ ഇന്ന് വരെ നമ്മളെ ക്ഷയിപ്പിച്ചവനെ ഈ ഫാസ്റ്റിംഗ് മുതൽ നമ്മൾ അവനെ ക്ഷയിപ്പിക്കാൻ പോകുകയാ. പരാക്രമിമാർ വെളിവരട്ടെ, ബലാത്കാരി വെളിവരട്ടെ. Hallelujah. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് നല്ല ഹല്ലേലൂയ പറ. ഒരു പരാക്രമം, ഒരു മല്ലുപിടുത്തം ഒരാൾ ഇസ്രായേൽ ആയപ്പോൾ ന്യായാധിപന്മാരുടെ ബുക്കിൽ എഴുതി വെച്ചിരിക്കും, ഒരു പരാക്രമശാലി വന്നപ്പോൾ ഇന്നലെ വരെ ക്ഷയിപ്പിച്ചതിനെ ദൈവം തിരിച്ചു ക്ഷയിപ്പിക്കാൻ തുടങ്ങി. ഈ ഫാസ്റ്റിങ്ങില് 10 പേര് വെളി വന്നില്ലെങ്കിലും ഒരു ഗിദെയോൻ വന്നാ മതി. ഈ ദേശത്ത് ഇന്നേ വരെ ക്ഷയിപ്പിച്ച ശക്തികളെ നമ്മൾ തിരിച്ചു ക്ഷയിപ്പിക്കാൻ പോകുകയാണ്. ദേശത്തെ ക്ഷയിപ്പിച്ച, കുടുംബങ്ങളെ ക്ഷയിപ്പിച്ച, ദൈവമക്കളെ ക്ഷയിപ്പിച്ച നിത്യാന്യ ശക്തികൾ, ചില ഗിദെയോന്മാർ വെളിയിൽ വരുന്നത് മൂലം, അവർ കാണിക്കുന്ന പരാക്രമ പ്രാർത്ഥന മൂലം ചിലവരെ ദൈവം തിരിച്ചു ക്ഷയിപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. പറ, ബലാത്കാരി അതിനെ എന്ത് ചെയ്യും? ഉറക്കെ പറ, ബലാത്കാരി എന്ത് ചെയ്യും? യാക്കോബ് ആരായിരുന്നു? യാക്കോബ് ആരായിരുന്നു? ഒരു ബലാത്കാരിയായിരുന്നു. ഗിദെയോൻ ആരായിരുന്നു? ആമേൻ. വെല്ലുപ്പൻ മൽപിടുത്തക്കാരനായിരുന്നെങ്കിൽ കൊച്ചുമകൻ പരാക്രമയാണ്. സ്വന്തം പറ, അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, മടിയന്മാരുടെ കാലമല്ലെന്നൊന്ന് പറഞ്ഞേ. ഉറങ്ങുന്നവരുടെ കാലമല്ല, ഇത് ദൈവസന്നിധിയിൽ പോരാളികളുടെ കാലമാ. കരങ്ങൾ ഉയർത്തി നല്ല ആമേൻ പറഞ്ഞു നിങ്ങൾ. മർക്കോസിന്റെ പുസ്തകം 3:27 കൂടെ വായിച്ച് പ്രാർത്ഥിക്കാം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ. ആ, കേൾക്കുന്നുണ്ടോ നിങ്ങള്? ശ്രദ്ധിച്ചോ? യേശു പറയുന്ന ബലവാൻ സാത്താന. കേൾക്കുന്നുണ്ടോ? യോഹന്നാൻ 10:10 പറയുന്ന ആള് ഭയങ്കര മോഷ്ടാവാ. നമ്മുടെ ആരോഗ്യം മോഷ്ടിച്ച്, നമ്മുടെ സമ്പത്ത് മോഷ്ടിച്ച്, കുടുംബങ്ങളുടെ സമാധാനം മോഷ്ടിച്ച്, എന്തിനാ പറയുന്ന വീട്ടിലുള്ള പലരെയും മോഷ്ടിച്ച് എല്ലാം കൊണ്ടുപോയ കള്ളനാ സാത്താൻ. ബൈബിൾ പറയുകയാണ്, ബലവാനെ പിടിച്ചു കെട്ടി. കേൾക്കുന്നുണ്ടോ? അവന്റെ വീട്ടിൽ കിടന്നാൽ അവന്റെ സമ്പത്ത് എന്ത് ചെയ്യാം? കവർച്ച ചെയ്യാം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഒന്ന് കൈപൊക്കിക്കേ. എന്റെ കൂടെ വരുന്നവർ ആത്മാവിലൊന്ന് കൈപൊക്കിക്കേ. ഇവിടെ ബലവാനെ പിടിച്ചു കെട്ടാൻ ചെല്ലുമ്പോഴും ബലവാൻ പറയാണ്, ഇനി വന്നോ, എന്നെ കെട്ടിക്കൊള്ളാനാണ് പറയുന്നത്. ആണോ? ആണോ? അവിടെ റെസ്ലിംഗാ, അവിടെ മൽപിടുത്തമാ, പരാക്രമാ. കാര്യം, എന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രു നിൽക്കുന്നത് നിരായുധനായിട്ടല്ല, അവന്റെ കയ്യിലുണ്ട് തന്ത്രങ്ങളും ആയുധങ്ങളും. അവനെ കീഴ്പ്പെടുത്തണമെങ്കിൽ അവൻ അനുഭവിക്കുന്ന ബലത്തേക്കാൾ മേലൊരു ബലം ഞാൻ അനുഭവിക്കണം. അങ്ങനെ അവനെ കീഴ്പ്പെടുത്തി അവന്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ്, കള്ളന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ മേടിച്ച വല്ല കാര്യം കാണാവോ? ഒരു സ്വതന്ത്രം പറയുന്നേ, നമ്മുടെ എല്ലാം കട്ടുകൊണ്ട് പോയത് അവന്റെ വീട്ടിലുണ്ട്. ഞാൻ പറയുന്നത്, എൻ്റെ വീട് ഒരു കൊല്ലാടാ, പഞ്ചായത്ത് റോഡിന്റെ അടുത്ത് തന്നെയാ. പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ബൗൾക്കം മേടിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കാരുടെ കാർഡ് കിട്ടുമായിരുന്നു. ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഉള്ള കാർഡെല്ലാം മേടിച്ച് വീട്ടിൽ വെച്ചേക്കുന്നു. അപ്പം ഭയങ്കര ക്രിക്കറ്റ് കളിയായിരുന്നു, ഭയങ്കര കളി.
അപ്പോൾ വഴിയായതുകൊണ്ട്, ഞങ്ങളുടെ വീട് വഴിയിലായതുകൊണ്ട് ആൾക്കാരെല്ലാം അവിടെ വരും, അവിടെ നിന്ന് വെള്ളം കുടിയൊക്കെ. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കുറേ കാർഡൊക്കെ കണ്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ച്, എൻ്റെ ബ്രയൻ ലാറ, എൻ്റെ സൗരവ് ഗാംഗുലി, ഇവരൊന്നും കാണാനില്ലല്ലോ, കുറേ കാർഡില്ല. അമ്മ എന്നോട് പറഞ്ഞു, ഈ ക്രിക്കറ്റുമായിട്ട് എനിക്ക് എന്തില്ല, ഒരു ബന്ധമില്ല. അന്ന് കുറേ സങ്കടമൊക്കെ ഉണ്ടായി. കാര്യം കഷ്ടപ്പെട്ട് അന്നത്തെ പൈസ ഇല്ലാത്ത കാലത്ത് എല്ലാം ഇങ്ങനെ എടുത്ത്, അതൊരു ഹോബിയായിരുന്നു ജീവിതത്തിൽ. അടുത്ത സാറ്റർഡേ പറഞ്ഞു, ഇനി നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത്. അപ്പം താഴെ ഒരു വീടുണ്ട്, അവിടെ ആകുമ്പോൾ ഇച്ചിരി മരമൊക്കെ ഉണ്ട്, അവിടെ ഒളിച്ചൊക്കെ ഇരിക്കാം. അപ്പോൾ അവിടെ പോയി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച് അവർ 1-2 എണ്ണിക്കപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ കട്ടിൻ്റെ അടിയിൽ ചെന്ന് ഞാൻ കയറിയിരുന്നപ്പോൾ എൻ്റെ കാർഡല്ല അവൻ്റെ കട്ടിൻ്റെ അടിയിൽ. എനിക്കങ്ങ് ദേഷ്യം വന്നു. ഇവൻ എൻ്റെ വീട്ടിൽ കളിക്കാൻ വന്നപ്പോൾ ഇതെല്ലാം എടുത്തോണ്ട് പോയി. ഞാൻ കളിക്കാനും നിന്നില്ല. ഞാൻ ആ ചെറിയ പ്രായത്തിൻ്റെ ആ ബോധമില്ലായ്മയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, അടാ അഖിലേ കള്ള, നീ എൻ്റെ ഇതെല്ലാം കട്ടുകൊണ്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഈ ദിവസം ഈ വചനം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാ, നമ്മൾ സാത്താൻ്റെ വീട്ടിൽ ചെന്നാൽ നമ്മുടെതെല്ലാം അവിടെ കിടപ്പുണ്ട്. ഒരു ആമയം പറഞ്ഞാട്ടെ. 2023 നമുക്ക് വന്ന പ്രൊമോഷൻ തേണ്ട അവൻ്റെ കൈ കിടപ്പുണ്ട്. സ്വത്രം പറ. 2022 നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ആരോഗ്യം അവിടെ കിടപ്പുണ്ട്. രാമയം പറ. 2024 നമ്മളെ ജീവിതത്തിൽ വന്ന ചില വിടുതലുകൾ ആണ്ട് കൊണ്ടുപോയത് അവിടെ കിടപ്പുണ്ട്. ഇന്നത്തെ ദൂത് മനസ്സിലാക്കിക്കോ. ബലാത്കാരി അവനെ പിടിച്ചു കെട്ടിയാൽ നിന്റെ കട്ടുകൊണ്ട് പോയത് മുഴുവനും നീ തിരിച്ചു പിടിക്കുന്ന ഫാസ്റ്റിംഗ് ആണ്. തിരിച്ചു പിടിക്കും. ദേശങ്ങളെ തിരിച്ചു പിടിക്കാം, കുടുംബങ്ങളെ തിരിച്ചു പിടിക്കണം. പ്രബന്ധനാധികാരി യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ സ്വർഗരാജ്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ചിലർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ബലാത്കാരി എന്ത് ചെയ്തു? ഒന്ന് ഉറക്കെ പറ. ബലാത്കാരി എന്ത് ചെയ്തു? എന്താ കേട്ടില്ല? എനിക്ക് ഫാൻ്റെ തോന്നുന്നു. ബലാത്കാരി പിടിച്ചെടുത്തു. ബലാത്കാരി എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. അതാ ദൂത്. ഇന്നത്തെ ദൂത് മെസ്സേജ് ഇതാണ്: അഗ്രസീവ് പ്രയർ. രാമേ പറ. ചിലതിനെ പിടിച്ചെടുക്കണം. അപ്പോസ്തലന്മാരെല്ലാം അഗ്രസീവ് പ്രയറിന്റെ വീരന്മാരായിരുന്നു. കാരാഗ്രഹത്തിന്റെ അകത്ത് ആക്സ് 16 പൗലോസും ശീലാസും കിടക്കുമ്പോൾ രാത്രിയിൽ എഴുന്നേറ്റ് വേദനയാണെങ്കിൽ പാട്ട്, പ്രാർത്ഥന, അന്യഭാഷ, ഇതൊരു അഗ്രസീവ് പ്രയറിന്റെ മൂടാ. പ്രാർത്ഥിച്ചാൽ ഭൂമി ഇളകും. ഒരാമേ പറ. സ്വതന്ത്രം പറഞ്ഞ നിങ്ങള് ഇന്ന് ചിലരുടെ മേലേക്ക് അത് ദൈവം അയക്കാൻ പോവുകയാ. ആ ബൈബിളെല്ലാം ഒന്ന് അടച്ചോ. ഒന്ന് കണ്ണൊക്കെ ഒന്ന് അടച്ച് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ഇരിക്കാൻ പറ്റുന്ന പോലെ ഒന്ന് ഇരുന്നാട്ടെ. തരണേ, നിനക്ക് ഹിതമാണെങ്കിൽ എന്നേലും അത് അയക്കണേ. സമയങ്ങളല്ലേ, നിങ്ങളുടെ അവകാശത്തെ നിങ്ങൾ പിടിച്ചെടുക്കണം. സ്തോത്രം. ഒരു നല്ല ആമേൻ പറ. എന്നെ ഒന്ന് നോക്കാവോ? ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ വിജയിച്ച ചില തിയറി മാത്രമേ നമുക്ക് പ്രസംഗിക്കാൻ പറ്റൂ. ആമേൻ പറ. നമ്മൾ ഉപയോഗിച്ച് വിജയിച്ചത് നിങ്ങളും വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അതങ്ങ് പറഞ്ഞു തരുക. സ്വതന്ത്രം പറഞ്ഞേ. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വീട്ടിൻ്റെ അകത്ത് മരണം കയറിയപ്പോൾ മരണത്തെ തോപ്പിച്ച് ജീവിതത്തിൽ വിജയിച്ച ഒരു തിയറിയായിരുന്നു ബലാത്കാരത്തിന്റെ പ്രാർത്ഥന. ദൈവമേ, ഇപ്പൊ അവിടെ ഇവരെ വലിയ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുതേ, എനിക്ക് തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ. രാമേ പറഞ്ഞാട്ടെ. ആ ഒരു പ്രാർത്ഥന. രാമേ പറ. എനിക്ക് കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു വീടുമില്ലായിരുന്നു. എൻ്റെ അപ്പൻ കോവിഡ് കാലത്ത് മുഴുവനും 2 വീട്ടിന് മാറി മാറി പോയിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് 70 വയസ്സ് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ദൈവു 11 മാസം ഒരു വീട്ടിൽ, 11 മാസം ഒരു വീട്ടിൽ റെക്കോർഡായി. കാര്യം ഞങ്ങൾക്ക് വീടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ 40 അടി നീളവും 8 അടി വീതിയുള്ള പ്രാർത്ഥന ഹോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട്
അത് ചെയ്യാനൊന്നും പറ്റിയില്ല. അത് ഞാൻ ഇടിച്ചു കളയേണ്ട വന്നു. ഞാനിങ്ങനെ വീട്ടിൽ രോഗങ്ങളുടെ ഒരു യുദ്ധമായിട്ട് കോവിഡ് കാലത്ത് 2021-22 ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങാവശത്ത് വീടിന്റെ വിഷയത്തിലൊക്കെ ഇങ്ങനെ നടക്കുക. ഞാൻ പറഞ്ഞില്ല, അർദ്ധരാത്രിയിലെ പ്രാർത്ഥന ഭയങ്കര പവർ, അഗ്രസീവ് ആയിരുന്നു. ഞാൻ രാത്രിയിൽ ഇതിങ്ങനെ പ്രാർത്ഥിക്കുക. ഒരു വശത്ത് എൻ്റെ വൈഫിന്റെ സൗഖ്യത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ മറുവശത്ത് ഞാനിങ്ങനെ ദൈവത്തോട് പറയാൻ തുടങ്ങി, ആദിയിൽ ആകാശം ഉണ്ടാക്കിയ ദൈവമേ, ഭൂമി ഉണ്ടാക്കിയ ദൈവമേ, അങ്ങയ്ക്കൊരു വീട് സൃഷ്ടിക്കുന്നത് അങ്ങയെക്കൊണ്ടൊരു ആനക്കാരിയല്ലല്ലോ. എന്നോട് എൻ്റെ അപ്പൻ ചോദിച്ചു, സ്വന്തമായൊരു വീട്ടിൽ കിടന്ന് മരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. കാര്യം അവരുടേതായ ദുഃഖങ്ങളാ. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് നാളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്നു. പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഒരു രാവിലെ 3 മണിക്ക് എനിക്കൊരു ഫോൺ കോൾ വരിക. ആ കോള് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമേരിക്ക എന്നുള്ള കോളാ. 1+1+15 എന്ന കോള് വരുന്നത്, DC എന്ന കോള് വരുന്നത്. ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ തന്നെ ഒരു സിസ്റ്റർ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അർജന്റായ ഒരു വിഷയങ്ങളും ഇല്ലെങ്കിൽ പകല് സംസാരിക്കുക, ഇവിടെ 3 മണിയായിട്ടുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ നിങ്ങളെ വിളിച്ചതാ. ഞാൻ ചോദിച്ചു എന്താ? അവരെന്നോട് പറഞ്ഞു, നീണ്ട 6 മാസമായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറിന് വേണ്ടി ഞങ്ങൾ നടക്കുമായിരുന്നു. നിങ്ങളുടെ മുഖം കണ്ടു, ഞാനൊരു ഓഡിബിൾ വോയിസ് കേട്ടു. അതിങ്ങനെയായിരുന്നു, ഇവൻ എൻ്റെ അഭിഷക്തനാ, ഇവനൊരു വീട് കൊടുക്കണം. പക്ഷെ 6 മാസം എടുത്ത് നിങ്ങളുടെ വീട്, നിങ്ങളുടെ നമ്പർ എനിക്ക് കിട്ടാൻ, കേൾക്കുന്നുണ്ടോ? 6 മാസം എടുത്ത് നിങ്ങളുടെ നമ്പർ എനിക്ക് കിട്ടാൻ. 6 മാസം എടുക്കാൻ എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട് കുറച്ച് നാളേ ഉള്ളൂ, അതിൻ്റെ മുന്നിലെ തടസ്സങ്ങളെ എൻ്റെ ദൈവം തകർത്തതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, വിജയിച്ച ചില കാര്യങ്ങൾ നമ്മൾ പ്രസ്താവിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഭയങ്കര പവറുണ്ട്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ബൈബിള് പറയാ, ബലാത്കാരി അതിനെ എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. ഞാൻ നിങ്ങളെ ഒരു ഫോട്ടോ കാണിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളൊന്ന് പറഞ്ഞാൽ അത് സാക്ഷ്യമാകത്തുള്ളൂ, അത് പൊങ്ങച്ചോ ആകത്തില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. കാര്യം എൻ്റെ അപ്പൻ ഭയങ്കര ചീട്ട് കളിക്കാരനും കുറിച്ചി ഗവൺമെന്റ് സ്കൂളിലെ പിയൂണുമായിരുന്നു. ശമ്പളം കിട്ടിയ വീട്ടിൽ വരാത്ത ചീട്ട് കളിക്കാരനായിരുന്നു. പക്ഷേ ദൈവം നമ്മളെ തൊട്ടപ്പോൾ ഭയങ്കരമായിട്ട് തൊട്ടു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു സാക്ഷ്യമായിട്ടാണ് പറയുന്നത്. ഞാൻ ഇന്ന് എനിക്കെന്തോ ഈ ഒരു ദൂത് നിങ്ങളോട് പറയാൻ തോന്നി. കാര്യം ബലാത്കാരി അതിനെ എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. ഒരു സ്വതന്ത്രം. പാസ്റ്ററെ, ഇത് ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തന്ന, ഞാൻ നിങ്ങൾ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇതൊരു 3 നിലയുണ്ട്. താഴെ 120 പേരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാലയം. ഒരാമേ പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തിനാ പറഞ്ഞതറിയാമോ? എന്തിനാ പറഞ്ഞത്? ഇതാ ഞാൻ പറഞ്ഞത്. ഈ ചില ദൈവപ്രവൃത്തി നടന്നതിന്റെ പിന്നിൽ ഉണ്ടതാ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ അസാധാരണ പ്രാർത്ഥനയാ. ദൈവമേ, എനിക്ക് നാട്ടുകാരന്റെ സ്ഥലം വേണ്ട, എനിക്ക് നാട്ടുകാരന്റെ ഒന്നും വേണ്ട. എൻ്റെ അപ്പൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് മാറിപ്പോകും. അത് കഴിയുമ്പോൾ എനിക്ക് 100 വീട് കിട്ടും. പക്ഷേ അന്ന് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഇന്നുള്ളത് എനിക്ക് ഇന്ന് തരണം. അന്ന് രാത്രി എനിക്ക് ഫോൺ കോൾ വരിക. ആ ഫോൺ കോളിന്റെ അകത്ത് അവരെന്നോട് പറയുക, ഞാൻ നിങ്ങളുടെ മുഖം സ്വപ്നത്തിൽ കണ്ട് ഒരു ഓഡിബിൾ വോയിസ് കേട്ട് എന്നോട് പറയുക, ഒരു വീട് നിങ്ങൾക്ക് ചെയ്തു തരണം. രാമൻ പറഞ്ഞാട്ടെ. ഇതെന്റെ ലൈഫിൽ നടക്കുമ്പോൾ ഞങ്ങൾ ഈ വീടിന് വേണ്ടി ചെലവാക്കിയത് ഇതുപോലെ ചവിട്ടിക്കയറാൻ വേണ്ടി ഒരു ഡോറ് മാറ്റ് മാത്രമാണ് ഞാൻ വാങ്ങിച്ചിട്ടത്. ബാക്കി എന്റെ ദൈവം ചെയ്തു. രാമൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ച ഒരു തിയറി പഠിപ്പിക്കുക. ആ തിയറി ഇത്, ഉറങ്ങിയവർ രക്ഷപ്പെട്ടിട്ടില്ല, ബലാത്കാരി അതിനെ പിടിച്ചെടുക്കാൻ പോവുകയാ. കണ്ണുകളെല്ലാം ഒരു നിമിഷം അടയ്ക്ക്. ഒന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട്. എനിക്ക് നാട്ടുകാരന്റെ സ്ഥലവും വേണ്ട, എനിക്ക് നാട്ടുകാരന്റെ കാറും വേണ്ട, എനിക്ക് നാട്ടുകാരന്റെ ശുശ്രൂഷയും വേണ്ട. എനിക്കൊന്ന് വേണം. എനിക്ക് വേണ്ടി എഴുതി വെച്ചത് എനിക്ക് തരണം കർത്താവേ. മിണ്ടാതിരിക്കല്ല കുഞ്ഞുങ്ങളെ, പ്രാർത്ഥിച്ചേ. യൗവനക്കാരാ പ്രാർത്ഥിക്ക.
എനിക്ക് ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞൊരു ശുശ്രൂഷയല്ല. എന്റെ നല്ല പ്രായത്തിൽ എനിക്ക് ആയിരങ്ങളെ നേടണം കർത്താവേ. പ്രാർത്ഥിക്ക, ഒരു പ്രാർത്ഥന ആത്മാവിലൊന്ന് പ്രാർത്ഥിക്ക. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നേ. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് നിന്നേ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഒരു നിമിഷം ആ കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിച്ച നിങ്ങൾ എല്ലാവരും ആ കൈകളൊന്ന് അടിച്ച്. ഇത് ആരാധനയല്ല, ഇതൊരു പ്രാർത്ഥനയാണ്. പോരാ, അഗ്രസീവ് പ്രയർ വെളിപ്പെടട്ടെ. ഇതൊരു ആരാധനയല്ല, ഇതൊരു പ്രാർത്ഥനയാണ്. ചിലരെ പിടിച്ചെടുക്കുന്ന പ്രാർത്ഥനയാണ്. Come on, church. പിടിച്ചെടുക്ക. ബലാത്കാരി അവനെ പിടിച്ചെടുത്തു. എനിക്ക് നിത്യതയിൽ വരുമ്പോൾ എനിക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ നേടിയതിന്റെ ഒരു റിവാർഡ് എനിക്ക് വേണം. Oh, Shatana Katana Kene Kene Yantoro Bo Shateria Dana Tana Kala